ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലോക ജനസംഖ്യന്റെ ഏകദേശം 0.6% ആൾക്കാർക്കുണ്ടായതിന് പ്രമേയം 15%, അല്ല എന്താ പറയുക, 5.6, ഏകദേശം 10 ഇരട്ടി കൂടി. ഇതൊന്നും ശരിയായ കണക്കല്ല, ഇതിൻ്റെയൊക്കെ എത്ര ഇരട്ടി ആൾക്കാർക്ക് പ്രമേയമുണ്ട്. അപ്പോൾ എന്താ ഇതിന് കാരണം എന്നില്ല, ഈ 30-40 കൊല്ലം കൊണ്ട് എന്താ ലോകത്ത് സംഭവിച്ചതെന്നില്ലാണ് മെയിൻ പ്രശ്നം. അത് ഇതിനെപ്പറ്റി കുറേ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ പലരുടെയും ധാരണ എന്ന് വെച്ചാൽ പ്രമേയം പണ്ടൊന്നും അറിയപ്പെടാത്തതുകൊണ്ടാണ്, ഇപ്പോഴാണ് ഇങ്ങനെ ലാബും ടെസ്റ്റിംഗ് ഒക്കെ വന്നത്, അതുകൊണ്ടാണ് ഇത്ര അധികം ആൾക്കാർക്ക് പ്രമേയമുള്ളതായിട്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കാരണം. പ്രമേയം വളരെ കുറവ് തന്നെയായിരുന്നു ലോകത്ത്. ഇപ്പോൾ ഈ കുറഞ്ഞ കാലഘട്ടം ഉണ്ട്, ഒരു 1970-80 കാലഘട്ടം മുതൽക്കാണ് ഇത് കൂടാൻ തുടങ്ങിയത്. അതിനൊരു വ്യക്തമായ കാരണമുണ്ട്. നമ്മൾ ഇയാൾ ഒരു ഗാരി ടോപ്സ് പറഞ്ഞത് ഒരു അമേരിക്കയിലെ ഒരു വലിയ സയൻസ് റൈറ്ററാണ്, ന്യൂയോർക്ക് ടൈംസിലൊക്കെ എഴുതുന്ന ആളാണ്. അയാളൊരു കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അയാൾ അവസാനം എഴുതിയൊരു പുസ്തകമുണ്ട്, ദി കേസ് അഗെയിൻസ്റ്റ് ഷുഗർ എന്ന് പറഞ്ഞിട്ട്, പഞ്ചസാരക്ക് ഇതിൽ കേസ്. അപ്പോൾ അയാൾ ഈ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ, ഈ എന്തിനു പറയുക, മെറ്റബോളിക് സിൻഡ്രോം എന്നതിന് പറയാം, നമ്മളെ പ്രമേഹം, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, ഇങ്ങനെ പല രോഗങ്ങളും, ഇതൊക്കെ ഒരുപാട് ഇരട്ടി 40 കൊല്ലം കൊണ്ട് കൂടിയിട്ടുണ്ട്. നോർമൽ റേറ്റിനാണ് കൂടുതലായിട്ട് ഈ 40 കൊല്ലം കൊണ്ടാണ് ഇതൊക്കെ ഇത്രയും വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അയാൾ കണ്ടുപിടിച്ച കാരണം അതാണ്. അയാൾ കണ്ടുപിടിച്ചല്ല, അതായത് കഴിഞ്ഞ വർഷം 2016 സെപ്റ്റംബറിൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സെപ്റ്റംബറിൽ ഒരു മറ്റേ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി, സാൻ ഫ്രാൻസിസ്കോയിലുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് കാലിഫോർണിയ യൂണിവേഴ്സിറ്റി. അവിടുത്തെ ഒരു സയൻറ്റിസ്റ്റ് കുറേ രേഖകൾ കണ്ടുപിടിച്ചു. അതായത് ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിലെ കുറേ ശാസ്ത്രജ്ഞന്മാർ അന്നത്തെ പഞ്ചസാര കമ്പനികളിൽ നിന്ന് വലിയ എമൗണ്ട് കൈക്കൂലി വാങ്ങിയിട്ട് കുറേ റിസർച്ചുകൾ ചെയ്തിട്ട് ഒരു കൃത്രിമമായിട്ട് കുറേ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി. അതിൻ്റെ ഫലമായിട്ട് പഞ്ചസാര കൊണ്ട് ഒരു കുഴപ്പമില്ല, കൊളസ്ട്രോളൊക്കെ ഉണ്ടായത്, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റ് ആണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മൊത്തം സംഗതികളാകാണ്ട് ഫ്ലിപ്പ് ചെയ്യണം. എന്താണ് അപകടമുള്ളത് അതിനെ നിരുപദ്രവമായിട്ടും, ഏറ്റവും അപകടമില്ലാത്തൊരു സാധനമായിട്ട് പറയുന്ന ഇതിനെ ഭയങ്കര അപകടകാരിയായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ആ 40 കൊല്ലം മുമ്പ് ഡയറ്ററി ഗൈഡൻസ് കംപ്ലീറ്റ് മാറ്റണം. ഇതാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്നാണ് പറയുന്നത് അയാൾ. അതേമാതിരി അന്നുണ്ടായിരുന്നൊരു പ്രമുഖനായൊരു ശാസ്ത്രജ്ഞനെ അറിയപ്പെടുന്നൊരു ആളായിരുന്നു ആൻസൽ കീസ് എന്ന്. ഇതിപ്പോഴും എല്ലാവർക്കും അറിയാം, മെഡിക്കൽ ഫീൽഡിലെ ആൾക്കാർക്കൊക്കെ അറിയുന്നൊരു കക്ഷിയാണ്. അപ്പോൾ അയാളും ഇതേമാതിരി കുറേ റിസർച്ചുകളൊക്കെ നടത്തി. അയാളുടെ 7 കൺട്രീസ് സ്റ്റഡി എന്നിട്ട് സാധനമുണ്ട്. 22 രാജ്യങ്ങളിൽ അയാൾ പോയിട്ട് കുറേ ആൾക്കാരും വിട്ടിട്ട് പഠനം നടത്തി. അത് സാച്ചുറേറ്റഡ് ഫാറ്റ് കഴിക്കുന്നതിനനുസരിച്ച് ഹാർട്ട് അറ്റാക്ക് കൂടുന്നുണ്ടെന്ന് തെളിയിക്കലായിരുന്നു അയാൾ ആവശ്യം. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം പറയല്ലേ, പഞ്ചസാരൻ്റെ ഉപയോഗം ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം പുതിയതായിട്ട് തുടങ്ങി. പഞ്ചസാര എന്ന് പറഞ്ഞാൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന, പണ്ടൊന്നും ഇല്ലാത്തൊരു സാധനം. ഇതിൻ്റെ ഉപഭോഗം കൂട്ടാൻ വേണ്ടിയിട്ട് വലിയ അമേരിക്കയിലൊക്കെ നമുക്കറിയാം, ആഫ്രിക്കയിൽ നിന്നൊക്കെ മറ്റേ അടിമാളെയൊക്കെ പിടിച്ചുകൊണ്ടേണ്ടൊക്കെ അന്ന് കരിമ്പ് കൃഷിയൊക്കെ നടത്തിന്. വലിയ ബിസിനസ്. അന്നിപ്പോൾ ആയുധ കച്ചവടം എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് അമേരിക്കയിലെ ഏറ്റവും പ്രബലരായിട്ട വിഭാഗം പഞ്ചസാര കമ്പനികളായിരുന്നു. അപ്പോൾ അവരുടെ പ്രൊഡ്യൂസിന് ചിലവ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറേ തരികിടകൾ ഒപ്പിച്ചാണ്. ആ കൂട്ടത്തിലാണ് ഇങ്ങനത്തെ റിസർച്ചുകളൊക്കെ. അതിൻ്റെ ഭാഗം തന്നെയാണ് ആൻസൽ കീസിൻ്റേത്. അയാൾ 22 രാജ്യങ്ങളിൽ റിസർച്ച് നടത്തിയിട്ട് അതിന് 7 രാജ്യം, അയാൾക്ക് പറ്റിയൊരു 7 രാജ്യങ്ങളുടെ മാത്രം ഒരു ഗ്രാഫ് ഉണ്ടാക്കി. അപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കണമെന്നില്ലായിരുന്നു അയാൾ കണ്ടുപിടുത്തം. അതിൽ 7 രാജ്യങ്ങളിൽ അയാൾക്ക് ആവശ്യ ഡാറ്റ കിട്ടുകയുള്ളൂ. ബാക്കിയില്ല 15 രാജ്യങ്ങളിൽ നേരെ തിരിച്ചാണ് കിട്ടിയത് അയാൾക്ക്. ഇതാണ് അതിൻ്റെ ലക്ഷ്യം. നമ്മളിവിടെ ഇതുണ്ടല്ലേ, ഇതാണ് അയാൾക്ക് കിട്ടിയ റിസൾട്ട്. അയാൾ ഉപയോഗിച്ച 7 രാജ്യങ്ങളിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതൽ ഉപയോഗിച്ചപ്പോൾ അതിനനുസരിച്ച് ഡെത്ത് റേറ്റും കൂടുന്നുണ്ട്. പക്ഷേ ബാക്കി 15 രാജ്യങ്ങൾ നേരെ തിരിച്ചാണ് കിട്ടിയത്. പക്ഷേ ഇതാണ് അയാൾ ഒഴിവാക്കിയിട്ട് ബാക്കി ഇത് മാത്രം എടുത്തു. ഇതാണ് ഈ ആൻസൽ കീസിൻ്റെ ഈ സ്റ്റഡിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം. അതാണ് അയാൾക്ക് പറ്റി, അതിന് ചെറി പിക്കിംഗ് അതിന് പറയാം. പഴുത്ത ചെറി മാത്രം പറിച്ചെടുക്കണം, അയാൾക്ക് ആവശ്യമുള്ള മാത്രം ഡാറ്റ എടുത്തിട്ട് ബാക്കിയൊക്കെ തള്ളിക്കളഞ്ഞു. ഇതിൻ്റെ ബേസിലാണ് പിന്നെ ലോകത്ത് ഡയറ്ററി ഗൈഡ് ലൈനുകളൊക്കെ ഉണ്ടാവുന്നത്. എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവിടെ ഒരു തകരാറ് വന്നിട്ടുണ്ട്. ഡോക്ടർമാർ നമ്മളത്രയും കാലം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഫാറ്റ് കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാവും, കൊളസ്ട്രോൾ കഴിച്ചാൽ കൂടിയാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഈ അടിസ്ഥാന കാര്യത്തിലാണ് കുഴപ്പം വന്നത്. അതിൻ്റെ കാരണങ്ങൾ ഈ ആൻസൽ കീസാണ് ഒന്ന്, പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഹാർവാർഡ് സ്കൂളിലെ തട്ടിപ്പും. ഈ 2 സംഗതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡയറ്ററി ഗൈഡ് ലൈനൊക്കെ പിന്നെ ഫോം ചെയ്യുന്നത്. അമേരിക്കയിൽ 1977 അമേരിക്കൻ സെനറ്റിലൊരു സെലക്ട് കമ്മിറ്റി ഉണ്ടായിരുന്നു, ന്യൂട്രീഷൻ ആൻഡ് ഹ്യൂമൻ നീഡ്സിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു ചെയർമാനായിട്ട് ജോർജ് മക്കോൺ എന്ന കക്ഷി, ഇതാണ് ആള്. അപ്പോൾ ഇയാൾ ഈ കമ്മിറ്റി കുറേ ഡിസ്കഷനും കാര്യമൊക്കെ നടത്തിയതിനു ശേഷം അവസാനം തീരുമാനമെടുത്ത്
സാച്ചുറേറ്റഡ് ഫാറ്റ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും. പൊളിറ്റിക്കൽ തീരുമാനമാണ്. അതിന് വേറെ അടിസ്ഥാനമായിട്ട് സയൻസും കാര്യങ്ങളൊന്നുമില്ല. പൊളിറ്റിക്കലായിട്ട് ഒരു പൊളിറ്റീഷ്യനാണ് തീരുമാനിക്കുകയാണ് സാച്ചുറേറ്റഡ് ഫാറ്റാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്, ഒബീസിറ്റി ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ആരും അത് ഉപയോഗിക്കരുത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അമേരിക്കയിലെ മുഴുവൻ ഭക്ഷണ കമ്പനികളും ബാക്കിയുള്ള ഒക്കെ തന്നെ അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്. ലോ ഫാറ്റ്, നോ ഫാറ്റ് എന്ന് പറഞ്ഞിട്ട്. ഫാറ്റാണ് ഏറ്റവും വലിയ അപകടകാരി, എല്ലാ അപകടം ഉണ്ടാക്കുന്നത്, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത്, സ്ട്രോക്ക് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാൻസർ. ഈ രൂപത്തിൽ ഫാറ്റിനെ അങ്ങോട്ട് ശത്രുവാക്കിയിട്ട് ബാക്കിയില്ലേനെ അങ്ങോട്ട് പഞ്ചസാരനെ അങ്ങോട്ട് വളരെ ഇന്നസെൻ്റ് ആക്കിയിട്ട് പ്രഖ്യാപിച്ചാണ്. ഇതാണ് നമ്മളെ ലോകത്ത് മൊത്തം പിന്നെ അംഗീകരിക്കപ്പെട്ട ഡയറ്ററി ഗൈഡ് ലൈൻ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ MBBS പഠിപ്പിക്കുന്നതും MD പഠിപ്പിക്കണമൊക്കെ തന്നെ. ഡയറ്ററി ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാണ്ട് നമുക്ക് കിട്ടുന്ന വിവരം ഇതാണ്. ഇതിൻ്റെ അടിസ്ഥാന സംഗതി ഈ തട്ടിപ്പാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ബോധ്യം. എന്തുകൊണ്ട് 40 കൊല്ലം കൊണ്ട് ഇതൊക്കെ കൂടിയെന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടും. അമിതമായിട്ട് നമ്മൾ പഞ്ചസാര കഴിക്കുന്നു. പഞ്ചസാര നിങ്ങൾ ചായയിലുള്ള പഞ്ചസാരന് മാത്രമല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ കഴിക്കുന്ന ചോറ്, ചപ്പാത്തി, ഫ്രൂട്ട്സ്, പിന്നെ എല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം കാർബോഹൈഡ്രേറ്റ് ആണ്. CHO, കാർബൺ ഹൈഡ്രജൻ കൂടിയ സാധനം. അന്നജം എന്ന് മലയാളത്തിൽ ഇത് ഈ അന്നജത്തിൻ്റെ ഓരോ വകഭേദങ്ങളാണ്. സ്റ്റാർച്ച്, മറ്റേ എന്തേലും പറയാം, ഫ്രക്ടോസ്, ഗ്ലൂക്കോസ്, സുക്രോസ്, ഗലക്ടോസ്, പിന്നെ ലാക്ടോസ്, ഇങ്ങനെ ഒരുപാട് പേരിൽ പറയാം. പല പേരിൽ അറിയപ്പെടുന്ന ഇതിൻ്റെ അടിസ്ഥാന സംഗതി കാർബോഹൈഡ്രേറ്റ്. ഈ കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മളെ ഈ രോഗങ്ങൾക്കൊക്കെ കാരണം, ഇത്രയധികം കൂടാൻ കാരണം. അത് നമുക്ക് അറിയാൻ പറ്റും. 1977 ജോർജ് മക്കോണി ഈ പരിപാടി ഒപ്പിച്ചത് ഉണ്ടല്ലോ ഇവിടെ, 1977. അത് കഴിഞ്ഞ് അതോടുകൂടി അവിടെ ഒബീസിറ്റി കൂടാൻ തുടങ്ങി അമേരിക്കയിൽ. 20 കൊല്ലം കഴിഞ്ഞോടുകൂടി ഡയബറ്റീസും കൂടാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് കുത്തനെ കയറുകയാണ്. കറക്റ്റ് ആ ഡയറ്ററി ഗൈഡ് ലൈനാണ് ഇതിൻ്റെ കാരണം എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഗതി. ഈ ഇവരെ ജോർജ് മക്കോണിൻ്റെ ഈ ഡയറ്ററി ഗൈഡ് ലൈനിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. ഫുഡ് പിരമിഡ് മെഡിസിൻ പഠിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കേണ്ടത് ഈ സാധനമാണ്. എന്താണ്? ബ്രെഡ്, സെറിയൽ, അരി, പാസ്ത, അങ്ങനെ തുടങ്ങിയിട്ട് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുക. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുക. എന്നാൽ അതെല്ലാം കൂടി ഏതാ കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇപ്പോൾ പിരമിഡിൻ്റെ ഷേപ്പ് കൊടുക്കാൻ കാരണം അതാണ്. ഇവിടെ കാണാത്തുള്ളെങ്കിലും മൊത്തം ഏരിയൻ്റെ 75% വരും ഇതെല്ലാം കൂടി. പിന്നെ വളരെ കുറഞ്ഞ മാത്രം ഫാറ്റ് കഴിക്കുക. സ്പാരിംഗ്ലി എന്നതിന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കേണ്ട ഈ സാധനങ്ങളാണെന്നാണ് പറഞ്ഞത്. മതി, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായതും. അത് അതിൻ്റെ ആവശ്യക്കാർ വേറെയാണ്. ഒന്ന് പഞ്ചസാര കമ്പനികളാണ്, രണ്ടാമത്തത് നമുക്കറിയുന്ന മാതിരി മരുന്ന് കമ്പനികളാണ്. ഈ ഡയറ്ററി ഗൈഡ് ലൈൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ എല്ലായിടത്തും ഇങ്ങനത്തെ പരസ്യങ്ങളാണ്. ഭക്ഷണത്തിൽ ഫാറ്റ് ഇല്ല, ലോ ഫാറ്റ്, നോ ഫാറ്റ്, ഇങ്ങനെ പറഞ്ഞിട്ട് ആണ് തുടങ്ങിയോടുകൂടി ഫാറ്റ് ഭക്ഷണത്തിന് ഒഴിവാക്കിയോടുകൂടി പകരം നമുക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ, വിശപ്പടങ്ങണമല്ലോ. സ്വാഭാവികമായിട്ടും മറ്റേ സാധനം 75% ഉപയോഗിക്കാൻ പറഞ്ഞ ഇതാണ് പറഞ്ഞ കൊക്കക്കോള മുതൽക്ക് ബ്രെഡും ബെന്നും എല്ലാം അങ്ങോട്ട് നല്ല കാർബോഹൈഡ്രേറ്റിൻ്റെ കളിയാണ്. പിന്നെ നമ്മളെ ഭക്ഷണം നോക്ക്, ഒരു 80-90% കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. ലോകത്ത് മൊത്തത്തിലുള്ള സ്ഥിതി ഇതാ. ഇതൊക്കെ തന്നെ കാർബോഹൈഡ്രേറ്റാണ്. പലതാ സംഭവിച്ചു. ഈ 40 കൊല്ലം കൊണ്ടുണ്ടായ സംഗതിയാണത്. 15% ഉണ്ടായിരുന്ന അമേരിക്കയിലെ ഒബീസിറ്റി, അത് 65% ആയി. അതേമാതിരി ഡയബറ്റിക്കുകൾ 50%, ഐദർ ഡയബറ്റിക് ഓർ പ്രീ ഡയബറ്റിക്. ഇതാണ് ഇപ്പോൾ അമേരിക്കയിലെ ഇന്നത്തെ സ്ഥിതി. ഈ കണ്ട ഡയറ്ററി ഗൈഡ് ലൈൻ മാത്രമാണ് കാരണം. 75% കാർബോഹൈഡ്രേറ്റ് കഴിക്കണം എന്ന് പറഞ്ഞാൽ ആ ഡയറ്ററി ഗൈഡ് ലൈനാണ് ഈ രോഗം ഉണ്ടാക്കിയത്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഭക്ഷണത്തിൽ ഇത്ര അധികം കാർബോഹൈഡ്രേറ്റ് വന്നാണ് കാരണം എന്നർത്ഥം. ഇതാണ് അതിൻ്റെ വേറൊരു വലിയ കോൺസിക്വൻസ്. ഞാൻ പറഞ്ഞില്ലേ, 8 മാസം 10 മാസമായ കുട്ടികളൊരു ഒബീസാണ് നാട്ടിൽ. വല്ലാത്തൊരു സിസ്റ്റം ആ കൂടി മാറി കംപ്ലീറ്റ്. നമ്മളെ ഡയറ്റ് മാറിയോടുകൂടി എല്ലാം മാറി. ഇത് എന്നാൽ ഈ സമയത്ത് തന്നെ ഇയാൾ ഈ ആൻസൽ കീസിൻ്റെയും ഇവരൊക്കെ അതേ സമകാലികനായിട്ടുള്ളൊരു ശാസ്ത്രജ്ഞനാണ് ഇയാൾ. ഈ ജോൺ എസ് യുഡ്കിൻ എന്ന് പറഞ്ഞു. ഇയാളൊരു പുസ്തകം എഴുതി തന്നു 1972, പ്യുവർ വൈറ്റ് ആൻഡ് ഡെഡ്ലി എന്ന് പറഞ്ഞിട്ട്. അതിലയാൾ വാണിംഗ് കൊടുക്കുന്നുണ്ട്. ഷുഗർ കൺസപ്ഷൻ വാസ് എ ഫാക്ടർ ഇൻ ദി ഡെവലപ്മെന്റ് ഓഫ് കണ്ടീഷൻസ് സച്ച് ആസ് ഡെന്റൽ കാരീസ്, ഒബീസിറ്റി, ഡയബറ്റീസ് ആൻഡ് ഹാർട്ട് അറ്റാക്ക്. അന്ന് അയാൾക്കത് കാര്യം. അയാൾ മാത്രമല്ല, അന്ന് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ. പക്ഷേ ഈ ആൻസൽ കീസിനെ പോലെക്കുന്ന ചില പ്രമുഖർക്കായിരുന്നു ഭരണത്തിലും രാഷ്ട്രീയക്കാരുടെ ഇടയിലൊക്കെ സ്വാധീനം. കാരണം അതുകൊണ്ട് അവതാതം അംഗീകരിക്കപ്പെട്ടു. ഇജാതി കാര്യങ്ങളൊക്കെ പറ്റ പിറകോട്ട് പോയി. അപ്പോൾ അതിനായിട്ട് ഡേവിഡ് ഗിലെപ്സി എന്ന് പറഞ്ഞൊരു പുതിയൊരു ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലുള്ളൊരു എഴുത്തുകാരനുണ്ട്.
സ്വീറ്റ് പോയിസൺ എന്ന് പറഞ്ഞ പുസ്തകം അയാളെ പറയുന്നത് ഈ വാണിങ് നമ്മൾ കണക്കിലെടുക്കാഞ്ഞതാണ് നമുക്ക് ഇത്രയും വലിയ അപകടം ഉണ്ടായത്. സയൻസ് ടു ഗെറ്റ് ഡിസാസ്റ്റർസ് ഡെറ്റോർ ഇൻ ഇഗ്നോറിങ് യുഡ്കിനെ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ അപകടം ഉണ്ടായത്. ഇറ്റ് വാസ് ദി ഡെട്രിമെന്റ് ഓഫ് ദി ഹെൽത്ത് ഓഫ് മില്യൻസ്. അതുകൊണ്ടാണ് ലോകത്തിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. യുഡ്കിൻ പറഞ്ഞത് നമ്മൾ കേൾക്കേണ്ടിയിരുന്നു. ഷുഗറാണ് അപകടമൊക്കെ ഉണ്ടാക്കണമെന്നില്ല, മനസ്സിലാക്കേണ്ടിയിരുന്നു. സാച്ചുറേറ്റഡ് ഫാറ്റ് അല്ല. ഇതാണ് ചുരുക്കത്തിൽ നമ്മളെ ഡയറ്റിനെ കുറിച്ച്. ഈ ഡയറ്ററി ഗൈഡ് ലൈന് ഡയറ്റിൽ സംഭവിച്ചിട്ടുള്ള ഈ ഫ്ലിപ്പ് കംപ്ലീറ്റിൽ അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ള ഈ സംഗതിയാണ് ഈ രോഗങ്ങളൊക്കെ ഇത്ര കൂടാൻ കാരണം. കാരണം നമുക്കറിയാം മനുഷ്യൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ഗുഹാമനുഷ്യരൊക്കെ ആയിട്ടാണ് നമുക്കറിയാം. അപ്പം അന്നൊക്കെ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിലൊരിക്കൊക്കെ എല്ലാവരും കൂടി കൂടിയിട്ട് വലിയ മാനിനെ കാട്ടിനെയൊക്കെ വേട്ടയാടിയിട്ട് കൂടി അങ്ങ് തിന്നും, പോയി കിടന്നിറങ്ങും ഗുഹയിൽ. ഒരാഴ്ചക്ക് ഉറക്കം തന്നെയാണ്, പുറത്തൊന്നും ഇറങ്ങില്ല. കാരണം പുറത്തിറങ്ങി ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഓനെ പിടിക്കാൻ വേറെ എന്തൊക്കെ ഉണ്ടാവും പുറത്ത്, അരിസിമൊക്കെ. ഒരാഴ്ചക്ക് അവിടെ കിടന്നുറങ്ങി കഴിഞ്ഞ് പിന്നെ ആ വിശപ്പ് നല്ലോണ്ട് വരുമ്പോഴാണ് പിന്നെ പുറത്തിറങ്ങും. കാരണം കാര്യമായിട്ടുള്ള ഭക്ഷണം അത് തന്നെയാണ്, വേട്ടയാടിയാൽ തിന്നുക. വേറെ കൃഷിയൊന്നുമില്ല. കൃഷിയൊക്കെ തുടങ്ങിയിട്ട് ചെറിയ കാര്യം. മനുഷ്യൻ്റെ മൊത്തം ചരിത്രം ഇപ്പോൾ 24 മണിക്കൂറാണെങ്കിൽ അതിലൊരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ കൃഷി തുടങ്ങിയിട്ട്. അതിൻ്റെ മുമ്പ് ആൾക്കാർ ഈ ഹണ്ട് ആൻഡ് ഗ്യാദർ എന്ന് പറഞ്ഞ രീതിയിലാണ് എന്താ പ്രകൃതിയിൽ കിട്ടുന്ന അതൊക്കെ തിന്നുക. അത് കാര്യമായിട്ട് കിട്ടുക മാംസം തന്നെയാണ്. അതിന് പറ്റിയൊരു ജീനാണ് മനുഷ്യനുള്ളത്. അതൊന്നും ഈ കുറഞ്ഞ കാലം കൊണ്ടൊന്നും മാറിയില്ല. അപ്പോൾ ഈ ധാന്യങ്ങൾ കൂടുതൽ കഴിക്കാൻ തുടങ്ങിയത് കൂടിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ കൂടാൻ തുടങ്ങി. അതിലേക്ക് ഈ ആദ്യ പഞ്ചസാരമായിട്ടുള്ള ഫ്രക്ടോസിൻ്റെ അമിതമായിട്ടുള്ള ഉപഭോഗം ഇതെല്ലാം കൂടി കൂടിയപ്പോഴാണ് ഈ രോഗങ്ങളൊക്കെ വരാൻ തുടങ്ങി. പ്രമേഹത്തിൻ്റെ അതേമാതിരി ഞാൻ രണ്ടും കൂടി കൂടിയേ പറയണേ, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. ഒബീസിറ്റിയും ഡയബറ്റീസും ഇരട്ടപ്പറ്റ മക്കളമാരിയാണ്. അതിന് ഡയബേസിറ്റി എന്നാണ് ഇപ്പോൾ അതിന് പുതിയ ഭാഗം. ഡയബറ്റീസും ഒബേസിറ്റിയും കൂടി ആൾമോസ്റ്റ് ഒരു 80% പ്രമേഹ രോഗികൾ നല്ല ഒബീസായിരിക്കും. അല്ലാത്തവരും ഉണ്ടാവും, തടി കുറഞ്ഞവരുണ്ട് 20%. പക്ഷെ അവർക്കും അവർ സെൻട്രൽ ഒബീസിറ്റി ഉള്ളവരായിരിക്കും. കൊടവയറ് മൊത്തത്തിൽ ശരീരം മെലിഞ്ഞിട്ടാണെങ്കിലും വയറുണ്ടാവും. അപ്പോൾ ചുരുക്കത്തിൽ ഒബേസിറ്റിയും ഡയബറ്റീസും തമ്മിൽ വളരെ ലിങ്ക്ഡാണ്. രണ്ടും ഒരേ കാരണം കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഒരാൾ ഒബീസാകുന്നത്? നമ്മളൊരു പൊതുവെയുള്ള സങ്കല്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ചിലവാക്കുന്ന ഭക്ഷണം, എക്സസൈസ് ചെയ്ത് ചിലവാക്കുന്ന എനർജി കലോറി ഇന്ന് കലോറി ഔട്ട്, ഇത് തമ്മിലെ ഡിഫറൻസ് ആണ്. കൂടുതൽ കലോറി എടുത്തിട്ട് കുറച്ച് കലോറി നമ്മൾ കളയുന്നുള്ളൂ, എക്സസൈസ് കളയുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ശരീരത്തിൽ വെയിറ്റ് കൂടുന്നില്ലാണ് നമ്മൾ പൊതുവെയുള്ള ധാരണ. അതാണ് കലോറി തിയറി എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് കാറിൽ നമ്മൾ 10 ലിറ്റർ പെട്രോൾ അടിച്ച് കുറച്ച് ദൂരം ഓടി കഴിഞ്ഞ 5 ലിറ്ററിനിൽ ഓട്ടോ ഓടി കഴിഞ്ഞ ബാക്കി 5 ലിറ്ററല്ലേ ഉണ്ടാവുള്ളൂ കാറിൽ. 10 വെയിറ്റ് കുറയുന്നില്ലാണ്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരു 10 ലിറ്റർ അടിക്കുകയാണെങ്കിൽ അതിനും കൂടി വെയിറ്റ് കൂടും. ഇങ്ങനത്തെ ഒരു തെർമോഡൈനാമിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആൾക്കാർ പറയാം. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനം അതല്ല. അതിലൊരു വലിയൊരു അടിസ്ഥാനമൊന്നുമില്ല. നമുക്ക് പരിചയമുള്ളതാണ്. നല്ല എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ ഒരു 6 മാസം ഒരു കൊല്ലോ നല്ല സ്ട്രോങ് ആയിട്ട് എക്സസൈസ് ചെയ്തോട്ടെ, വെയിറ്റ് ആയിരിക്കും കുറഞ്ഞായിട്ട് കാണലുണ്ടോ? സ്വന്തം അനുഭവം എല്ലാവരും ആലോചിച്ച് നോക്കി. ആദ്യത്തിലൊക്കെ ഒരു വാട്ടർ വെയിറ്റ് തന്നെ 2-3 കിലോ കുറയും. 6 മാസം ഒരു കൊല്ലം കൊണ്ട് റീഗെയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ. കാരണം എന്താ, വിശപ്പ് കൂടും, നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കും, വെയിറ്റ് കൂടും. അത് എക്സസൈസ് ചെയ്തുകൊണ്ടൊന്നും വെയിറ്റ് കുറയുന്നില്ലായിരിക്കും. അതേമാതിരി ഭക്ഷണം നമ്മൾ വളരെ കുറച്ചു, പട്ടിണി അടക്കാൻ തുടങ്ങി. നമ്മളിപ്പോൾ കഴിക്കുന്നതിൻ്റെ 1/3 കുറച്ച് ഭക്ഷണം. അതിന് വെയിറ്റ് കുറയാറുണ്ടോ? കുറയും. 2 മാസം 4 മാസം ഇപ്പോൾ ഒരു 6 മാസം വരെയൊക്കെ വെയിറ്റ് ലോസ് നിലനിൽക്കും. പിന്നെ അതാണ് കൂടാൻ തുടങ്ങും. അടുത്ത കൊല്ലമാകുമ്പോഴത്തേന് വീണ്ടും പയ്യനേക്കാണ് സ്ട്രോങ് ആയിട്ട് വെയിറ്റ് തിരിച്ചു വരും. കാരണം അവിടെയൊക്കെ പ്രവർത്തിക്കുന്നത് ഈ ഒരു പ്രിൻസിപ്പിളല്ല. ഏത് കലോറി തിയറി അല്ല, നമ്മളെ ഉള്ളിലുള്ള ചില സംഗതികളാണ്, ഹോർമോണുകളാണ്. ഇൻസുലിൻ ഹോർമോണാണ് കാര്യമായിട്ട് ഈ പണിയെടുക്കുന്നത്. ഇൻസുലിൻ്റെ നമ്മൾ ചില ഭക്ഷണം കഴിക്കുമ്പോൾ ഇൻസുലിൻ്റെ അളവ് കൂടും. ഇൻസുലിൻ്റെ പണി എന്താ വെച്ചാൽ നമ്മളെ ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസൊക്കെ സെല്ലുകൾക്ക് എത്തിച്ചു കൊടുത്ത് ബാക്കിയില്ലതിന് ഗ്ലൈക്കോജനായിട്ട് നമ്മളെ കരളിലും മറ്റ് അഡിപ്പോസൈറ്റിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യും. അതിൻ്റെ അളവ് കൂടുമ്പം ഒരു ആവശ്യത്തിലേറെ ഗ്ലൈക്കോജൻ വന്നാൽ ഇതിന് ഈ കരളിലൊന്നത് കൊള്ളാതെയാകുമ്പോൾ അതിനെ കൊഴുപ്പാക്കി മാറ്റും. അത് ഇൻസുലിൻ തന്നെ ചെയ്യുന്നത്, ഡിനോവോ ലിപ്പോജിനിസ് എന്നറിയും. അങ്ങനെയാണ് ഇൻസുലിൻ്റെ അളവ് കൂടുമ്പോഴാണ് നമ്മൾ തടി കൂടുന്നത്, വയറൊക്കെ കൂടാൻ കാരണം. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ ഡയബറ്റിക് ആയ ഒരാൾ നോർമൽ വയറൊക്കെ ഉള്ളൂ, അയാൾ ഇൻസുലിൻ കുത്താൻ തുടങ്ങി ഒരു കൊല്ലം കഴിയുമ്പോൾ തന്നെ അയാൾ വയറ് ചാടിയിട്ടുണ്ടാവും. എല്ലാവർക്കും അനുഭവമുള്ളതാണ്. ഇൻസുലിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ലിവറിലെ ഫാറ്റ് കൂടും, ഡിനോവോ ലിപ്പോജിനിസ് എന്നാണ്. അപ്പോൾ ഈ ലിവറിൽ ഫാറ്റ് ഇങ്ങനെ നിറയുന്നതുകൊണ്ടാണ് നമ്മൾ ഈ വെയിറ്റൊക്കെ കൂടാൻ കാരണം. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നതൊന്നും അല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ ഫാക്ട്. അവിടെ കിടക്കുന്നത് ഈ
ഹോർമോണാണ് ഈ പണിയെടുക്കുന്നത്. അപ്പോൾ ഇൻസുലിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ തടി കുറയും, ഇൻസുലിൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ മാത്രമല്ല ഉദ്ദേശിക്കുന്നതാണ്, എൻഡോജീനിയസ് ആയിട്ട് നമ്മളെ പാൻക്രിയാസിനകത്ത് നിന്ന് വരുന്ന ഇൻസുലിൻ അതും കൂടും, അതും സാധാരണ ഇതിൽ കൂടും. ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ പറയല്ലോ ഷുഗറൊന്നുമില്ല, ചെറിയ 100, 110, യഥാർത്ഥത്തിൽ അവന് 15 കൊല്ലം മുമ്പ് ഡയബറ്റീസ് തുടങ്ങിയിട്ടുണ്ട്. പ്രീ ഡയബറ്റിക് പറഞ്ഞ സംഗതി അതാണ്. അതിൻ്റെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസ് അല്ല, നമ്മൾ കഴിക്കുന്നത് അധികം കാർബോഹൈഡ്രേറ്റ് മൊത്തത്തിലാണ്. സ്റ്റാർച്ച്, പഴങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണെന്നില്ല. അതേമാതിരി ധാന്യങ്ങൾ, കിഴങ്ങുകൾ, മറ്റേ പഴങ്ങൾ, പഞ്ചസാര, ഇതൊക്കെയാണ് നമ്മൾ കഴിക്കുന്ന സാധനം. എന്ത് കഴിച്ചാലും ചെറുകുടലിൽ വെച്ചിട്ടത് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ്, ഈ 2 സാധനമായിട്ടാണ് മാറുക. ബ്ലഡിൽ എത്തുമ്പോഴേക്കുന്നത് ഈ 2 രൂപത്തിലെത്തുക. അതിൽ ഗ്ലൂക്കോസ് എന്ന സാധനമാണ് നമ്മളെ ബോഡിയിൽ മൊത്തത്തിലുള്ള സെല്ലുകളുടെ ഊർജ്ജമായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്നൊക്കെ പറഞ്ഞു ബയോളജിക്കാരെ ഉണ്ടാവില്ല. അപ്പോൾ അതിനകത്ത് ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നൊക്കെ പറഞ്ഞു, ഈ രീതിയിൽ അത് ഉപയോഗിക്കപ്പെടുന്നു ചെറിയൊരളവ്. ബാക്കിയുള്ളത് ഗ്ലൈക്കോജനീസിസ് എന്ന് പറഞ്ഞ പ്രോജൻ, ഗ്ലൈക്കോജൻ ആക്കിയിട്ട് കരളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഈ ഗ്ലൈക്കോജൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കാത്ത സമയത്ത് തിരിച്ചിങ്ങോട്ട് ഇതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ അതിനകത്ത് ഈ ഗ്ലൈക്കോജനായിട്ട് ലിവറിൽ നമ്മൾ എക്സസ് വരുന്ന ഗ്ലൂക്കോസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ആവശ്യത്തിന് ഗ്ലൂക്കോസ് എനർജി ആയിട്ട് ഉപയോഗിക്കും. ബാക്കി എക്സസ് ഉള്ളത് കരളിൽ പോയിട്ട് ഗ്ലൈക്കോജനായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. കരളിൽ മാത്രമല്ല മറ്റേ ഇതിനകത്തൊക്കെ അഡിപ്പോസൈറ്റിലൊക്കെ പോകും. ഈ ഗ്ലൈക്കോജൻ നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കാത്ത സമയത്ത് തിരിച്ച് ബ്ലഡിലേക്ക് വരും. ഗ്ലൈക്കോജനോലിസിസ് എന്ന് പറയും. ഇതിങ്ങനെ ഒരു സ്മൂത്തായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സംഭവമാണ്. ഇതിനകത്തൊരു കുഴപ്പമില്ല. ഇങ്ങനെയാണ് ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേക്കിന് ഈ സാധനം തീർന്നു പോകണം. ഗ്ലൈക്കോജൻ അത് മുഴുവൻ തീരില്ല. നമ്മൾ കഴിക്കുന്നത് നമുക്ക് ആവശ്യമുള്ളതിൻ്റെ 4 ഇരട്ടിയോ അല്ലെങ്കിൽ 5 ഇരട്ടിയോ ചിലപ്പോൾ 10 ഇരട്ടിയൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഗ്ലൈക്കോജൻ മുഴുവൻ തീർന്നു പോവില്ല. നേരം വിളിക്കും രാവിലെ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഗ്ലൈക്കോജൻ്റെ അളവ് വീണു. അപ്പോൾ ഈ ഗ്ലൈക്കോജൻ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വന്ന് ലിവറിൽ നിറയുമ്പോൾ ലിവറിൽ നിൽക്കാൻ സ്ഥലമില്ലാതെയാകുമ്പോൾ അതിനൊന്നും കൂടി ഡെൻസ് ഫോമിലാക്കും ശരീരം. അതിനും ഈ ഇൻസുലിൻ തന്നെയാണ് പണിയെടുക്കുന്നത്. ഇൻസുലിൻ്റെ പ്രവർത്തനം ഫലമായിട്ട് അതിനെ ഫാറ്റാക്കി മാറ്റുന്നുണ്ട്. അതിനെ ഡിനോവോ ലിപ്പോജിനിസ് എന്ന് പറയാം. അപ്പോൾ ആദ്യം ഗ്ലൈക്കോജനിസിസ്, അത് കഴിഞ്ഞ് പിന്നെ ഡിനോവോ ലിപ്പോജിനിസ്. ഇതും ചെറിയ അളവിലൊന്നും കരളിലുണ്ടായെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. കാരണം അത് ആവശ്യമാണ്. പലപ്പോഴും നമുക്കിപ്പോൾ ഒരു 4-5 ദിവസം ഭക്ഷണം കിട്ടാതെ എവിടെയും കുടുങ്ങിപ്പോയാൽ, നമ്മൾ ആദ്യം പറഞ്ഞ ഗുഹാമനുഷ്യൻ്റെ ഒക്കെ ഒരാഴ്ചയൊക്കെ ചിലപ്പം ഭക്ഷണം കഴിച്ചില്ല എന്നിട്ട് ഒന്നും സംഭവിക്കില്ല. കാരണം ഈ ഫാറ്റ് തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ വരും, ഗ്ലിസറോളായിട്ടും കീറ്റോൺസ് ആയിട്ടും. ഇതാണ് പിന്നെ നമ്മൾ മറ്റേ എന്തെന്ന് പറയുക ഊർജത്തിൻ്റെ സോഴ്സ്. അപ്പോൾ ഈ ഫാറ്റ് കുറച്ചൊക്കെ ഉണ്ടായിരിച്ച് കുഴപ്പമില്ല. പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ ഇതങ്ങോട്ട് നിറയാൻ തുടങ്ങും. നമ്മളെ ഭക്ഷണ രീതി അല്ല, കാർബോഹൈഡ്രേറ്റ് കൊണ്ടാണ് ഈ സാധനം ഉണ്ടാകുന്നത്. ഫാറ്റ് കഴിക്കുമ്പോൾ അങ്ങോട്ട് വരില്ല. അത് വേറെ തന്നെ ഒരു പാത്ത് വേണേ പിന്നെ പറയാം. അപ്പം കാർബോഹൈഡ്രേറ്റ് കൂടുതലും കഴിക്കുന്നതിനനുസരിച്ച് രാവിലെ ആലോചിച്ച് രാവിലെ തന്നെ 2-3 പുട്ട്, ഉച്ചക്ക് ചോറ്, വൈകുന്നേരം പലഹാരങ്ങൾ, ബേക്കറി, രാത്രി വീണ്ടും ചപ്പാത്തി, ഒക്കെ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്, വാട്ടർ വെട്ടീസ്. അപ്പോൾ അതിൻ്റെ ഒരു 20% ഒക്കെ ഇങ്ങോട്ട് പോകും, എനർജി ആയിട്ട് ഉപയോഗിക്കോട്ടെ, കുഴപ്പമില്ല. ബാക്കി 80% ഇങ്ങോട്ട് പോകുന്നു. ഈ 80%-ൽ ഒരു 40% രാത്രി നമ്മൾ BMR എന്നറിയും, ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന്. നമ്മൾ രാത്രി നമ്മൾ ശ്വാസകോശം, ഹൃദയമൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എനർജി വേണമല്ലോ. അപ്പോൾ അതിൻ്റെ 40% എടുക്കും. ബാക്കി 40% ഇവിടെ തന്നെ സ്റ്റോക്കായി വരും. ഈ 40-ക്കാണ് പിന്നെ രാവിലെ വീണ്ടും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ അത് നിറഞ്ഞു വരുമ്പോഴാണ് ഈ ഫാറ്റായി വരുന്നത്. അതേമാതിരി ഫ്രക്ടോസ് എന്ന സാധനമുണ്ട് നമ്മളെ പഞ്ചസാരയിൽ. സുക്രോസ് എന്ന പഞ്ചസാര അതിലുള്ള നല്ല ടേബിൾ ഷുഗർ, അതിനകത്ത് 50% ഗ്ലൂക്കോസ് അതിങ്ങോട്ട് പോകും, കുഴപ്പമില്ല. ബാക്കി 50% ഫ്രക്ടോസാണ്. ഇത് നേരെ ഫാറ്റായിട്ടുണ്ട് വരും. അത് ഇവിടേക്കൊന്നും പോവില്ല. വേറെ സ്ഥലത്തൊന്നും ഈ സെല്ലുകളിലൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത സാധനമാണ് ഫ്രക്ടോസ്. അത് നേരെ കരളിൽ പോയിട്ട്, കരളിൽ അല്ലെങ്കിൽ തന്നെ നിറഞ്ഞെടുക്കുകയാണ്, നേരെ ഡിനോലിപ്പോജിനിസിൽ കൂടെ. കേൾക്കുന്നുണ്ടോ? സൗണ്ടൊക്കെ ഉണ്ടോ? അപ്പോൾ അത് നേരെ ഫാറ്റായിട്ട് പോകും. മറ്റത് കുറച്ച് കഴിഞ്ഞിട്ടേ ഫാറ്റ്, ഗ്ലൈക്കോജൻ കഴിഞ്ഞ് പിന്നെ ഫാറ്റ് ഉള്ളൂ. ഏതായാലും ഫലത്തിൽ ഫാറ്റ് ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. ഇതാണ് ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞ സാധനം. ഫാറ്റ് നിറഞ്ഞു കഴിഞ്ഞാൽ കോലം ചേലൊക്കെ മാറി. കുറഞ്ഞൊരളവിൽ ഫാറ്റ് ഉണ്ടായാൽ കുഴപ്പമില്ല. ഞമ്മളല്ലേ ഒരു 4-5 ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഒരു സ്റ്റോക്ക് ഡെപ്പോസിറ്റ് ഒന്നുമില്ലെങ്കിൽ. പക്ഷേ ഇതങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ കരളുകൊണ്ട് വലുതാൻ തുടങ്ങും, ബലൂൺ വീർപ്പിച്ച മാതിരി. അപ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ സ്റ്റീറ്റോസിസ് എന്താണ് പറയുക, സ്റ്റീറ്റോസിസ് എന്നൊക്കെ പറഞ്ഞാൽ ഫാറ്റി ലിവർ, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നൊക്കെ പറയും. അപ്പോൾ അതിങ്ങനെ നിറഞ്ഞ് കരളാണ് നിറഞ്ഞാൽ ബലൂൺ വീർപ്പിച്ച മാതിരി വീർത്ത് കഴിഞ്ഞാൽ
അത് 15 സെൻറ്റിമീറ്റർ ഒക്കെ സാറിന് ലിവർ ഉണ്ടാവും. അതുകൊണ്ട് നിറഞ്ഞ് 25-30 സെൻറ്റിമീറ്റർ ഒക്കെ ആവും ചില ആൾക്കാർക്ക്. ഇത് ഫുള്ളായിട്ട് ഇത് ഈ സമയത്ത് എന്താ സംഭവിക്കുക വെച്ചാൽ പിന്നെ ഈ എക്സസ് വരുന്ന ഗ്ലൂക്കോസ് ഞാൻ പറഞ്ഞില്ലേ ഈ സാധനത്തിന് അങ്ങോട്ട് ബലൂണ് വീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഊതാൻ പറ്റില്ലല്ലോ അതിനകത്തേക്ക്, നല്ല സ്ട്രോങ്ങിൽ ഊതേണ്ടിയല്ലോ. അപ്പോൾ അതേമാതിരി പിന്നെ എക്സസ് ഗ്ലൂക്കോസിനോട് കൊണ്ടുപോകാൻ പറ്റാതെ ഇവിടെ അതുകൊണ്ട് ടൈറ്റായി നിൽക്കുന്ന സമയത്താണ് ബ്ലഡിൽ ഗ്ലൂക്കോസാണ് കൂടുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യും, പാങ്ക്രിയാസ് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കും. എന്നിട്ട് കൂടുതൽ ശക്തി ഉപയോഗിച്ച് ഊതുന്ന മാതിരി കൂടുതൽ ഇൻസുലിൻ്റെ പ്രസൻസ് വരുമ്പോൾ കൂടുതൽ ഗ്ലൂക്കോസ് അങ്ങോട്ട് പോകും. എന്ന് പറഞ്ഞാൽ ഈ നിറഞ്ഞിക്കണ കരൾ പിന്നെയും നിറയും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഇതൊക്കെ കണ്ടില്ലേ എന്തതിന് പറയൽ എന്തായാലും അതിൽ മറ്റേ എന്ന് പറഞ്ഞാൽ ഈ വീർപ്പിച്ച ബലൂണിനകത്ത് സാധാരണ നമ്മൾ തൊള്ളോണ്ട് ഊതാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പിന്നെ പ്രഷർ പമ്പ് വെച്ചിട്ട് അടിക്കുന്ന മാതിരി ഇൻസുലിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഇത് കൂടുതൽ നിറഞ്ഞു വരും. ഇങ്ങനെ നിറയുമ്പോൾ അപ്പോൾ എന്താ സംഭവിക്കുക, ബ്ലഡിനകത്ത് ഇൻസുലിൻ്റെ അളവ് കൂടാൻ തുടങ്ങും. അപ്പോൾ നമ്മളെ ബ്ലഡിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ കൂടില്ല. അതാണ് എനിക്കില്ല 100 അല്ലെങ്കിൽ 100 150 എന്ന് പറയുമ്പോഴും ഓൻ്റെ ഇൻസുലിൻ ലെവൽ ഒരുപാട് കൂടിയിട്ടുണ്ടാവും. ഇൻസുലിൻ നോർമലി നമ്മളെ ബ്ലഡിൽ ഫാസ്റ്റിംഗ് സ്റ്റേജിൽ ഉണ്ടാകേണ്ട ഇൻസുലിൻ ഏകദേശം 2 to 7 മൈക്രോ യൂണിറ്റ്സ് പെർ മില്ലി ആണ്. അത് ഇങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ അത് ചിലപ്പം 15, 20, 30, 40 യൂണിറ്റ് വരെയൊക്കെ കൂടാറുണ്ട് പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ. കാരണം എന്താ വെച്ചാൽ ബ്ലഡിലെ ഈ 150 ഉള്ള ഗ്ലൂക്കോസിനെ താഴ്ത്തിയിട്ട് 100ൻ്റെ താഴത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കൂടുതൽ. അപ്പോൾ ഇൻസുലിൻ്റെ അളവ് ഒരുപാട് കൂടും, അതിനനുസരിച്ച് കൂടുതൽ ഗ്ലൂക്കോസ് അവിടെ പോകും. അത്രയും ഗ്ലൂക്കോസ് കൂടുന്നതിനനുസരിച്ച് ഈ ഫാറ്റും കൂടുതലുണ്ടാവും. ചുരുക്കത്തിൽ ബ്ലഡിൽ ഇൻസുലിൻ കൂടും, ഷുഗർ കൂടും. ഒരു സ്റ്റേജിലെത്തുമ്പോൾ എത്ര ഇൻസുലിൻ ഉണ്ടായാലും കൊണ്ടുപോകാൻ പറ്റാത്ത അത്ര ഗ്ലൂക്കോസ് എന്ന് പറയും ബ്ലഡിൽ. അപ്പോഴാണ് ഇത് പൊന്തിത്തിട്ട് 150, 200 ആണ്. അപ്പോഴാണ് നമ്മൾ ശരിക്കും ഡയബറ്റിക് ആവുന്നത് നമ്മൾ പറയുള്ളൂ. പക്ഷേ അതിൻ്റെ സംഗതി 15 കൊല്ലം മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ സ്റ്റേജിലെത്തുമ്പോഴാണ് എന്ത് മൊത്തത്തിൽ പ്രശ്നം. ഗ്ലൂക്കോസ് കൂടുന്നു ബ്ലഡിൽ, ഇൻസുലിൻ കൂടുന്നു, ലിവറാണെങ്കിൽ ഫാറ്റ് കൊണ്ട് നിറയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയാണ് ഡയബറ്റിക് എന്ന് പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് എത്തുമ്പോൾ ഡോക്ടർ എന്താ ചെയ്യുക, ബ്ലഡിൽ ഗ്ലൂക്കോസ് അധികമുണ്ട്, അപ്പോൾ എന്ത് ചെയ്യണം, ഇൻസുലിൻ കുത്തി വെക്കുക, അല്ലെങ്കിൽ ഇൻസുലിൻ കൂട്ടുന്ന ഗുളിക വരും. അപ്പോൾ ഈ പ്രോസസ്സ് ഒന്നും കൂടിയും ഇതേ സംഗതി തന്നെ, ഈ സൈക്കിൾ ഒന്നും കൂടി സ്ട്രോങ് ആയി ചെയ്യുക. വീണ്ടും ഇൻസുലിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാവും, കൂടുതൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. വീണ്ടും ഈ പ്രോസസ്സൊക്കെ ഒന്നും കൂടി സ്ട്രോങ് ആയി ചെയ്യുക. എന്നാൽ രോഗത്തിൻ്റെ അതിൻ്റെ ഗൗരവം കൂടുകയാണ് ചെയ്യുന്നത്, രോഗം സുഖപ്പെടുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു പ്രമേഹ രോഗിയും മരുന്ന് കുടിച്ചിട്ട് സൂക്കേട് മാറാക്കാൻ കാരണം അവൻ്റെ അസുഖത്തിൻ്റെ ആ തീവ്രത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചികിത്സിക്കേണ്ട രീതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യണം. യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ്. അത് കുറക്കുന്നതിന് പകരം നമ്മൾ ഇൻസുലിൻ കൂട്ടാനാണ് നോക്കുന്നത്. ഇൻസുലിൻ കൂടിയോണ്ടാണ് അവൻ്റെ ഫാറ്റ് കൂടാൻ കാരണം. ആ ഫാറ്റ് കൂടിയോണ്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകാൻ കാരണം. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാണ് കൂടുതൽ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വിശ്വ സൈക്കിൾ നമ്മൾ പൊട്ടിക്കുന്നതിന് പകരം അതിൻ്റെ സ്പീഡ് കൂട്ടി കൊടുക്കണം. അത് പിന്നെ അടുത്ത സ്റ്റേജിക്ക് ഓരോന്നോരോ എന്തെങ്കിലും ഹാർട്ട് അറ്റാക്കും ബാക്കിയുള്ളൊക്കെ അതിൻ്റെ കാരണങ്ങൾക്ക് പിന്നെ ഞാൻ പോവാം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെ നിറഞ്ഞിക്കണ കരളിൽ റിലീസ് ചെയ്യലാണ് നമ്മൾ ആവശ്യം. അതിന് ചെയ്യേണ്ടത് ഇൻസുലിൻ്റെ അളവ് കുറക്കുക എന്നുള്ളതാണ്. ബ്ലഡിൽ ഇൻസുലിൻ കുറക്കാൻ മരുന്നുകളൊന്നുമില്ല, ഒറ്റ മാർഗമുള്ളൂ, കാർബോഹൈഡ്രേറ്റ് കുറക്കുക ഭക്ഷണത്തിൽ. ഇതാണ് ഇപ്പോൾ ഈ കരളിൽ ഫാറ്റ് നിറഞ്ഞാലുള്ള അവസ്ഥ. അതിന് ആ വയറിനകത്ത് കരളിൻ്റെ ഉള്ളിലും കരളിൻ്റെ പുറത്തും കുടലിലും ഒക്കെ ആയിട്ട് പല ഇൻറ്റേർണൽ ഓർഗൻസിനകത്ത് വരുന്ന ഫാറ്റിനാണ് നമ്മൾ വിസറൽ ഫാറ്റ് എന്ന്. രണ്ട് ജാതി ഫാറ്റ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഈ വയറിനകത്ത് അബ്ഡോമിനൽ ക്യാവിറ്റിക്കകത്ത് വരുന്ന ഫാറ്റിന് വിസറൽ ഫാറ്റ് എന്ന് പറയും. ബാക്കി ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലൊക്കെ ഉള്ള മസിലിലും ബാക്കി കയ്യിലും കാലിലൊക്കെ ഉള്ളതിന് നമ്മൾ പറയുന്നത് സബ്ക്യൂട്ടീനസ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ തൊലിൻ്റെ താഴെയുള്ള ഇത് അകത്ത് കിടക്കുന്നത്. ഇവനാണ് കുഴപ്പക്കാരൻ, ഇവനെ കൊണ്ടാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഒരു ഡയബറ്റിക് ആകുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ് കുടവയറെന്ന് പറഞ്ഞത്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ലിവറിൽ ഫാറ്റ് വന്നു കഴിഞ്ഞാൽ ഏതാനും കൊല്ലങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ഡയബറ്റിക്കായി മാറും. ഇനി പറഞ്ഞ ഇതാണ്, അതായത് ഇൻസുലിൻ കൂടുന്നതിനനുസരിച്ച് ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടുന്നു. ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടുമ്പോൾ പിന്നെ ഗ്ലൂക്കോസിനെ കരൾക്ക് കൊണ്ടുപോകാൻ പറ്റാതെ റെസിസ്റ്റൻസ് വരുന്നതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കും. ഹൈപ്പർ ഇൻസുലിനേമിയ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ കൂടുന്ന അവസ്ഥയാണ്. ഇൻസുലിൻ കൂടുന്നതിനനുസരിച്ച് ഫാറ്റ് കൂടുന്നു, ഫാറ്റ് കൂടുന്നതിനനുസരിച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നു, അതിനനുസരിച്ച് കൂടുതൽ. ഈ ഒരു സൈക്കിളാണ് പ്രമേയം എന്ന് പറഞ്ഞത്. അപ്പോൾ അത് തന്നെ ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ഒരു 15 കൊല്ലത്തിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഈ ഒരു ബ്ലഡ് ഗ്ലൂക്കോസിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഒരു 100, 120 വരെയൊക്കെ ഗ്യാപ്പിൽ അങ്ങനെ നിൽക്കും. ലാസ്റ്റിലാണ് ഒരു 12, 14 കൊല്ലം കഴിയുമ്പോഴാണ് നമ്മൾ ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞില്ല, അത് ആ ഇൻസുലിൻ്റെ എത്ര വർദ്ധിച്ചാലും 30 യൂണിറ്റ് 40 യൂണിറ്റ് ഇൻസുലിൻ ബ്ലഡിലുണ്ടെങ്കിലും
ഗ്ലൂക്കോസിന് താഴ്ത്താൻ പറ്റാത്ത അത്ര നമ്മൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കല്ലേ, ഒരു സ്റ്റേജിൽ പിടുത്തം വിട്ടിട്ട് മുകളിലേക്ക് കയറാൻ തുടങ്ങും. അപ്പോഴാണ് ഷുഗർ 150 200 ആകുമ്പോഴാണ് നമ്മൾ ഡയബറ്റിക് എന്നുണ്ട്. പ്രോസസ്സ് തുടങ്ങിയിട്ട് പറഞ്ഞ 15 കൊല്ലമാണെന്ന് അർത്ഥം. അപ്പോൾ ആദ്യത്തിൽ നടക്കുന്ന സംഗതി ഇതാണ്, നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നു, അതിനനുസരിച്ച് ഇൻസുലിൻ ഉണ്ടാകുന്നു. ആ ഇൻസുലിൻ്റെ കാരണമായിട്ട് കരളിൽ ഫാറ്റ് നിറയുന്നു. ഈ ഫാറ്റ് നിറയുന്നതിനനുസരിച്ച് എക്സസ് വരുന്ന ഗ്ലൂക്കോസിനെ കരളിലേക്ക് കൊണ്ടുപോകാനുള്ള തടസ്സം കൂടുന്നു. ബലൂൺ വീർപ്പിച്ചാൽ പിന്നെ ഗ്ലൂക്കോസ് കൊണ്ടുപോകാൻ പറ്റാതെയാവും. അതിൻ്റെ ഫലമായിട്ട് ഇൻസുലിൻ കൂടുതലുണ്ടാവും. ഇൻസുലിൻ കൂടുന്നതിനനുസരിച്ച് വീണ്ടും ഫാറ്റ് കൂടും. ഫ്രക്ടോസിൻ്റെ മെയിൻ സോഴ്സുകളൊന്ന് സുക്രോസ്, നമ്മളെ പഞ്ചസാര 50% ഫ്രക്ടോസും 50% ഗ്ലൂക്കോസാണ്. അതാണ് ടേബിൾ ഷുഗർ, നമ്മളെ പഞ്ചസാര എന്ന സാധനം അതാണ്. പിന്നെ HFCS ആണ്, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്. നമ്മളിപ്പോൾ ഈ മറ്റേ പ്രോസസ്ഡ് ഭക്ഷണങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഫ്രക്ടോസ്. ഈ കോൺ എന്നുണ്ടാകും, നമ്മളെ കമ്പം എന്ന് പറഞ്ഞാൽ കോൺ സിറപ്പ് എന്നാണ് ഹൈ ഫ്രക്ടോസ്. അതിന് 60% ഫ്രക്ടോസും 40% ഗ്ലൂക്കോസും. അതേമാതിരി ഫ്രൂട്ട്സും, അതും ഫ്രക്ടോസും ഗ്ലൂക്കോസും കൂടിയാണ്. അപ്പോൾ ഫ്രൂട്ട്സ് പറഞ്ഞാൽ അത്ര നിരുപദ്രവമൊന്നുമില്ല, കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ടാവും, ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടും. അതിൻ്റെ ഫലമായിട്ട് ഈ രോഗങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് മൊത്തത്തിൽ അതിൻ്റെ ഒരു ചിത്രം. അപ്പോൾ എന്താണ് മെറ്റബോളിക് സിൻഡ്രോം? നമ്മളെ ശരീരത്തിൽ അത് എങ്ങനെയാണ് നമ്മളൊക്കെ അനുഭവപ്പെടുന്നത്? 5 ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, നമ്മൾ അരവണ്ണം, നമ്മളെ ഹൈറ്റിൻ്റെ പകുതി ഉണ്ടാകാൻ പാടുള്ളൂ. 170 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരാൾക്ക് 85 സെൻറ്റിമീറ്റർ അരവണ്ണം ഉണ്ടാകുമ്പോൾ നമ്മൾ പൊക്കിളിൻ്റെ തൊട്ട് മുകളിലുള്ള വട്ടം, ബേസ് ലൈൻ. പിന്നെ BP 130/85, അതിൽ കൂടാൻ പാടില്ല. ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് 100 കൂടരുത്. ട്രൈഗ്ലിസറൈഡ് 180 കൂടരുത്. HDL 40 കുറയരുത്. പെണ്ണുങ്ങൾക്ക് ലേശം കൂടി വേണം, 50 വേണം. അപ്പം ചുരുക്കത്തിൽ ഈ 5 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും 3 ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ അവസ്ഥയിലെത്തി, അയാൾ എത്തിക്കഴിഞ്ഞു മെറ്റബോളിക് സിൻഡ്രോത്തിൽ. 3 ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കി 2 ഉടനത്തിന് ഉണ്ടായിക്കോളും. അപ്പോൾ ഇതിൻ്റെ ഈ സംഗതി, ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഇനി നോക്കേണ്ടത്. ഏകദേശം പ്രശ്നങ്ങൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇയാളാണ് അതിൽ ഫസ്റ്റിൽ 1890 ഫസ്റ്റിൽ ഇങ്ങനെ പറ്റിയൊരു പുസ്തകം എഴുതിയാണ്, ലെറ്റർ ഓൺ കോർപ്പുലസ് അഡ്രസ് ടു പബ്ലിക് എന്നുണ്ട്, വില്യം ബാൻഡിങ്. മൂപ്പര് പറഞ്ഞത് കാർബോഹൈഡ്രേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഒബീസിറ്റി കുറക്കാം, ഡയബറ്റീസ് കുറക്കാം. അപ്പം അയാൾ സ്വന്തം ചെയ്യത്തില്ല. ഇയാൾ അണ്ടർടേക്കർ തന്നെയല്ല, നമ്മളിപ്പോൾ ഇപ്പോൾ എന്താണ് ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ പറഞ്ഞത്, അതേമാതിരി കല്യാണം ബാക്കിയിലൊക്കെ നടന്നതിൻ്റെ ആളാണ്. അപ്പോൾ നല്ല തീറ്റിക്കാരനാണ്, ഭയങ്കര തടി. അപ്പോൾ അയാളിതിങ്ങനെ പലത് പരീക്ഷണം നടത്തി അവസാനം അയാൾ കണ്ടുപിടിച്ചാണ് കാർബോഹൈഡ്രേറ്റ് കുറച്ചപ്പം തടി കുറയാൻ തുടങ്ങി, ഒബീസിറ്റി കുറയാൻ തുടങ്ങി. അങ്ങനെ അത് അയാൾ പുസ്തകമൊക്കെ എഴുതുകയാണ്, എങ്ങനെയാണ് കൊഴുപ്പുണ്ടാകുന്നത്, എങ്ങനെ കൊഴുപ്പ് കുറക്കുക എന്നുള്ളത്. അയാൾ കാണിച്ച സംഗതിയാണ് ലിമിറ്റിംഗ് ഇൻടേക്ക് ഓഫ് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാവുന്ന ആൾക്ക് മനസ്സിലായി. അതാണ് ബാൻഡിങ് ഡയറ്റ് എന്നാണ്ടാണ് ഇതിന് പറയുന്നത്. ഇപ്പം ഇന്നിപ്പോൾ ഞാൻ പറയുന്ന LCHFൻ്റെ ഒക്കെ തുടക്കം അതാണ്, ബാൻഡിങ് ഡയറ്റ്. സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഈ സാധനമാണ് ഇപ്പോൾ ഈ പേരിലാണ് അറിയപ്പെടുന്നത്, ബാൻഡിങ് ഡയറ്റ് എന്നുണ്ട്. പിന്നെ അടുത്ത എളുപ്പം നേരത്തെ കണ്ട വീഡിയോയിൽ പറഞ്ഞത് ഇതാണ് ശരിക്കും ഞാൻ ഈ ഫീൽഡിലേക്ക് വരാനുള്ള പ്രധാന കാരണം. ഇയാളുടെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ്, നേരത്തെ കണ്ട വീഡിയോ തന്നെ, സ്റ്റാർട്ടിങ് അവിടെയാണ്. അപ്പോൾ അയാൾ ഒരുപാട് പുസ്തകങ്ങൾ, കാര്യപ്പെട്ട 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. മറ്റേ ഒബീസിറ്റി കോഡ്, അതേമാതിരി കംപ്ലീറ്റ് ഗൈഡ് ടു ഫാസ്റ്റ്. അയാൾ പറയുന്നത് LCHF തന്നെയാണ് മെയിനായിട്ട്. നമ്മൾ ഇതിനകത്തില്ല ഇനിയിപ്പം കാർബോഹൈഡ്രേറ്റ് എടുക്കാക്കില്ല. ഒന്നാമത്തെ സംഗതി നമ്മൾ ചെയ്യേണ്ടത് ഇനി കാർബോഹൈഡ്രേറ്റ് ഒന്നും കഴിക്കാക്കാന്ന് ഒരു പരിഹാരമാണ് ഞാൻ പറഞ്ഞത്. കാർബോഹൈഡ്രേറ്റ് കഴിച്ചിട്ടുണ്ടായ രോഗമാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് നിർത്തുക ഭക്ഷണം. പിന്നെ അവിടെ ഉള്ള സ്റ്റോക്ക് കളയണം എന്ന് പറഞ്ഞാൽ ലിവറിലുള്ള ഫാറ്റ്, നിറഞ്ഞെടുക്കുന്ന ഫാറ്റ് കളയണം. അപ്പോൾ അതിന് പിന്നെ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ആണ്. ഫാസ്റ്റിംഗ് എന്നാൽ നോമ്പ് വിൽക്കാൻ, ഉപവാസം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ആർക്കും അത്ര സുഖം ഉണ്ടാവില്ല. പക്ഷെ അയാൾ നല്ല ഒരു രീതിയിൽ അയാളെ ക്ലിനിക്കിലെ ആൾക്കാരെ കൊണ്ട് ഫാസ്റ്റ് കഴിച്ചിട്ട് ഭയങ്കര റിസൾട്ട് ഉണ്ടെങ്കിൽ LCHF ആണെങ്കിൽ ഫാസ്റ്റാണ്. നമ്മൾ LCHF കൊണ്ട് ഒരു കൊല്ലം കൊണ്ട് ഉണ്ടാക്കുന്ന റിസൾട്ട് ഫാസ്റ്റിംഗ് കൊണ്ട് 2-3 മാസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഭക്ഷണം കഴിക്കാക്ക, വെറും പച്ചവെള്ളം കുടിക്കുക. പറയാൻ എളുപ്പമാണ്, ചെയ്തു നോക്കിയാൽ വലിയ. ആദ്യം LCHF ഒന്ന് ശീലമായിട്ട് എന്ന് പറഞ്ഞാൽ ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റാണ് ഞാൻ ഇതിൽ പറയുന്നത് 2 സംഗതികൾ. അപ്പം LCHF ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഫാസ്റ്റിംഗ് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഭക്ഷണത്തിനുള്ള താല്പര്യം, വിശപ്പൊക്കെ ഒരുപാട് കുറയും. ഫാസ്റ്റിംഗ് ആണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അതിൻ്റെ ഇടയിലൊരു സ്റ്റേജാണ് LCHF. ഇതിനിപ്പോൾ ഇനി നമ്മൾ നിലവിലുള്ള സങ്കല്പങ്ങൾ, ഒന്ന് ഡയബറ്റീസ് ഒരിക്കലും സുഖമാവില്ല എന്നുള്ളതാണ് അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ പറയുന്നത്, AD പറയുന്നത്. ഒരിക്കലും സുഖമാവില്ല എന്ന് പറഞ്ഞാൽ അത് പ്രോഗ്രസീവാണ്. പ്രോഗ്രസീവ് പറഞ്ഞാൽ കൂടിക്കൊണ്ടിരിക്കും.
പരിഹാരമൊന്നുമില്ല. മരുന്ന് ഇങ്ങനെ കുടിക്കാം, ഗ്ലൂക്കോസ് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോകാമെന്നല്ലാതെ രോഗം മാറില്ല എന്നല്ല. അത് ശരിയല്ല എന്നിപ്പോൾ നമുക്ക് ബോധ്യമാവും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ ഒരു സൈക്കിള് പിന്നോട്ട് തിരിച്ചു കഴിഞ്ഞാൽ, റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗം ഇല്ലാതെയാവും. പിന്നെ ഇൻസുലിൻ കുത്തുക എന്നുള്ളതൊരു നല്ല കാര്യമായിട്ടാണ് ADA പറയുന്നത്. ഇത് രണ്ടും തെറ്റാണ് നമുക്കിപ്പോൾ തന്നെ മനസ്സിലായി തരാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പ്രോഗ്രസീവ് ആയിട്ടുള്ള രോഗത്തിനെ റിവേഴ്സ് ചെയ്യണമെന്നില്ലാണ് അടുത്ത് നോക്കേണ്ടത്. ഈ 3 മാർഗങ്ങളാണുള്ളത്. ഇപ്പോൾ നിലവിൽ നമ്മൾ പലർക്കും അറിയുന്നതാണ് ബാരിയാട്രിക് സർജറി. അത് ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യുന്നൊന്നുമില്ല, ഒരുപാട് അപകടങ്ങളിലാണ്. പക്ഷേ അതിന് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ബാരിയാട്രിക് സർജറി നടത്തിയ ഒരാൾക്ക് 2-3 മാസം കൊണ്ട് പ്രമേയം ഇല്ലാതെയാവുന്നുണ്ട്. പിന്നെ മരുന്നുകളും ഇൻസുലിനൊന്നും വേണ്ടി വരുന്നില്ല. അതൊരു സത്യമാണ്, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പക്ഷേ അതിന് വേറൊരുപാട് കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ട് അതിനാരും പോകണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ഡയബറ്റീസ് ഇല്ലാതെയാവും, അത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല, അതിൻ്റെ ഒരു തെളിവാണത്. ഒരിക്കലും റിവേഴ്സ് ചെയ്യില്ല എന്ന് പറഞ്ഞ സൂക്കേട് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബാരിയാട്രിക് സർജറി നടത്തിയിട്ട്. പിന്നെ ചെയ്യാവുന്ന 2 സംഗതിയാണ്. ഒന്ന് ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻടേക്ക് കുറക്കുക, പരമാവധി മിനിമൈസ് ചെയ്യുക. പിന്നെ പകരം ഊർജ്ജത്തിന് വേണ്ടിയിട്ട് ഫാറ്റ് ഉപയോഗിക്കുക. രണ്ടാമത്തെ സാധനം പിന്നെ എല്ലാ ഭക്ഷണങ്ങളും കുറേ സമയത്തേക്ക്, ഒരു 24 മണിക്കൂർ നേരത്തേക്കൊക്കെ ഭക്ഷണം കഴിക്കാക്കുക, വെറും വെള്ളവും ഇതൊക്കെ കുടിച്ചിട്ട്. അതാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. പിറ്റത്തെ ദിവസം എന്തെങ്കിലും ചെറുതായിട്ട് ഈ ലോ കാർബ് ഭക്ഷണം കഴിക്കുക, പിറ്റേന്ന് വീണ്ടും ഫാസ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി സ്പീഡായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ചെയ്ത ആൾക്കാരുടേതാണ് ഇത് ഈ എക്സാമ്പിളൊക്കെ. എത്ര കിലോ അയാൾ 60 കിലോ ഒക്കെ കുറച്ചിട്ടുണ്ട് ഈ കക്ഷി. അല്ല 112 പൗണ്ടറിന് ഏകദേശം 55 കിലോളം കുറച്ചു. ഇതതിൻ്റെ ബാക്കി തന്നെയാണ്. ഇത് നമ്മളെ ഇന്ത്യക്കാരാണ്. ഇതും അത്യാവശ്യം ഇത് ഒരു സൈറ്റ് തന്നെ ഉണ്ട്, indianlch.com എന്നാണ്. അത് വേണമെങ്കിൽ നെറ്റിലടിച്ച് നോക്കിയാൽ കിട്ടും. ഇവിടെ കുറേ വീഡിയോസൊക്കെ ഉണ്ട്, ഇവരെ കുറേ സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നടക്കുന്നുണ്ട് ലോകത്ത്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കാര്യമാണ്. ഞാനിപ്പോൾ 3 ഗുളിക കഴിച്ചിരുന്നു. ഫലത്തിൽ 4 മെറ്റ്ഫോമിൻ 500 2 ഗുളിക, അത് 1 ഗ്രാമായിട്ട് ഞാൻ കൂട്ടിയിട്ടുള്ളൂ. ഗ്ലിയോപ്രൈഡ് 2 മില്ലിഗ്രാം, ഗ്ലൈക്ലസൈഡ് 30 mg. ഇപ്പം ഒന്നും കഴിക്കുന്നില്ല. ഷുഗർ 192 ഫാസ്റ്റിങ് 116 ഫാസ്റ്റിംഗ്. പിന്നെ അതിന് കാര്യമായിട്ട് ട്രൈഗ്ലിസറൈഡ് 149 96. ഫാറ്റ് കഴിച്ചാൽ ട്രൈഗ്ലിസറൈഡ് കൂടുന്നില്ലാണ് ഡോക്ടർമാർ പറയൽ. നേരെ തിരിച്ചാണ് എൻ്റെ അനുഭവം. എൻ്റെ മാത്രമല്ല, ലോകത്ത് ഈ ഡയറ്റ് സ്വീകരിച്ചവർക്കൊക്കെ ഉള്ള അനുഭവം അതാണ്. ഏറ്റവും അപകടമുള്ള കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡാണ്. അത് കുറയുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ HDL കൂടുകയാണ്. നമുക്ക് ആവശ്യമുള്ള ഗുഡ് കൊളസ്ട്രോൾ 37 48. വെയിറ്റ് 72 കിലോ ഉണ്ടായിരുന്നു, ഇപ്പോൾ 61 11 കിലോ കുറഞ്ഞു. വേസ്റ്റ് ലൈൻ 6 ഇഞ്ച് 5 ഇഞ്ച് 36 ഇഞ്ചുള്ള 31 ഇഞ്ചായി. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവ് ഇഫക്റ്റ്. അപ്പം റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടോ. എൻ്റെ അനുഭവത്തിന് എനിക്ക് ബോധ്യമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ബോധ്യപ്പെടാൻ വേണ്ട. ഒരാഴ്ച മെനക്കെട്ടാൽ മതി. പട്ടിണി ഒരു കൊല്ലം നിൽക്കട്ടെ, ഒരു കൊല്ലം LCH വേണ്ട, ജസ്റ്റ് 1 വീക്ക്. 200 ഷുഗർ ഞാൻ ഒറ്റയടിക്ക് 100 നോക്കിക്കൊണ്ട് വരും. ഗുളികൾക്ക് ഓരോന്നായിട്ട് നിർത്താൻ പറ്റും. ഇൻസുലിൻ ഉണ്ടെങ്കിൽ അന്നത്തെ തുടങ്ങുന്ന അന്ന് നിർത്തും വേണം. ഡയറ്റ് തുടങ്ങുമ്പോൾ ഇൻസുലിൻ എടുക്കുകയാണെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിക്ക് പോവും, ബോധം പോവും, ഞാൻ ഉത്തരവാദിയാവില്ല. ഇൻസുലിൻ നിർത്തിയിട്ട് തുടങ്ങും. ഇൻസുലിൻ ഒരു യൂണിറ്റ് പോലും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പൂർണ്ണമായിട്ട് ഡയറ്റ് കൊണ്ട് മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഗുളികകൾ കഴിച്ചോട്ട് കുറച്ച് കാലം കൂടി കഴിക്കുക. ഒരു എന്തിനു പറയുക, നമ്മൾ പറയില്ല, ഒരു സ്റ്റെബിലൈസ് ചെയ്യണവരൊക്കെ അങ്ങനെ ക്രമേണ കുറഞ്ഞൊരു മാസം 2 മാസമൊക്കെ മെറ്റ്ഫോമിൻ എന്തെങ്കിലും കഴിച്ചിട്ട് ഒരു 100-ൻ്റെ താഴെ വരുമ്പോൾ ആ ഗുളിക നിർത്തും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ മരുന്നുകളൊക്കെ ഒഴിവാക്കിയിട്ട് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഉന്മേഷത്തോടു കൂടി ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ കഴിയും. ആകെ ചെയ്യേണ്ടത് ആ ചോറണ്ട് ഒഴിവാക്കാം, ചപ്പാത്തി. അത് കാണുമ്പോഴത്തിന് വീണ് പോയാൽ പിന്നെ നിവൃത്തിയില്ല. അതിനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കുക. അതിന് ഏറ്റവും നല്ലത് നന്നായിട്ട് ബട്ടറും ബീഫൊക്കെ കഴിക്കുക. വിശപ്പ് പോവും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. വിശപ്പ് ഒന്നും കഴിച്ചോളണം എന്നുണ്ടാവില്ല. ചോറുങ്ങളൊക്കെയാണ് കൂടുതൽ കഴിച്ചിന് ആളാണ് ഞാൻ. 2 പ്ലേറ്റ് എന്നാലും മതിയാവില്ലായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി. ഒരു 1.5 കൊല്ലമായിട്ട് ആ സാധനം തിന്നിട്ടില്ല. ചപ്പാത്തി ഇല്ല, പൊറോട്ട ഇല്ല, വെള്ളപ്പമില്ല, ഒരു സാധനമില്ല. അരിയും ഗോതമ്പൊക്കെ നിർത്തി. പകരമാണ് ഇപ്പോൾ പറഞ്ഞത് ഇറച്ചിയും. നല്ല ബീഫ് കഴിക്കുക, മട്ടണ്, മീൻ, മുട്ട, ബട്ടർ, വെളിച്ചെണ്ണ, ഇതൊക്കെയാണ്. പിന്നെ പച്ചക്കറികളൊക്കെ കഴിച്ചോളൂ, കുഴപ്പമില്ല. വെളിച്ചെണ്ണയാണ് കഴിക്കേണ്ടത്, വേറെ എണ്ണകളൊന്നും കഴിക്കരുത്. മുട്ടൻ്റെ മഞ്ഞാണ് കഴിക്കേണ്ടത്, അതിനകത്താണ് ഫാറ്റ് ഉള്ളത്. അത് ഞാൻ പറഞ്ഞത്, ഞാൻ ഇന്ന് വരെ ഞങ്ങൾ കേട്ടിരിക്കുന്ന സംഗതികളുടെ നേരെ എത്തിരി ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം തന്നെ തെറ്റാണ്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിലേ പറയാൻ കാരണം. അപ്പോൾ ആ ഡയറ്ററി ഗൈഡ് ലൈൻ വെച്ചിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ ഷുഗർ കൂടും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, സ്ട്രോക്ക് ഉണ്ടാവും,
ക്യാൻസർ ഉണ്ടാവും, അൾഷൈമേഴ്സ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. കാരണം അത് അനുഭവമാണ്. കഴിഞ്ഞ 40 കൊല്ലം കൊണ്ടാണ് മെഡിക്കൽ സയൻസിന്റെ സുവർണ കാലഘട്ടം, മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന അലോപ്പതി ചികിത്സന്റെ സുവർണ കാലഘട്ടം ഈ 40 കൊല്ലമാണ്. ഈ 40 കൊല്ലം കൊണ്ട് ഡയബറ്റീസ് 15 ഇരട്ടി കൂടി ലോകത്ത്, ക്യാൻസർ 5 ഇരട്ടി കൂടി, ഹാർട്ട് അറ്റാക്ക് കൂടി 8 ഇരട്ടി കൂടി, എല്ലാ അസുഖങ്ങളും 5, 8, 10 ഇരട്ടി കൂടിയൊക്കെയാണ്. ഏറ്റവും സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് മോഡേൺ മെഡിസിന്റെ കാലഘട്ടത്തിലാണ് ഈ അസുഖങ്ങളൊക്കെ കൂടിയത്. ഒരേറ്റ കാര്യം ഉണ്ടായത് അതിനനുസരിച്ച് മരുന്ന് കമ്പനികൾ കൂടി, ആശുപത്രികൾ കൂടി, അങ്ങനെ കുറേ ബിസിനസ് നടക്കുന്നുണ്ട്. പക്ഷെ രോഗിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മോശമായി കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ പറയുന്ന രണ്ടാമത്തെ സംഗതിയാണ്, ഇൻസുലിൻ എടുക്കുന്നത് നല്ലതാണ്. ഇൻസുലിൻ യൂസിങ് ഇൻസുലിൻ ടു ഗെറ്റ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് ടു എ ഹെൽത്തി ലെവൽ ഈസ് എ ഗുഡ് തിങ്, നോട്ട് എ ബാഡ് വൺ. അതാണ് ADA പറയുന്നത്. അപ്പോൾ അത് തെറ്റാണെന്ന് ശാസ്ത്രം തന്നെ തെളിയിച്ചാണ്. ഇതൊരു സ്റ്റഡിയാണ്, അക്കോർഡ് എന്നാണ് പേര്, ആക്ഷൻ ടു കൺട്രോൾ കാർഡിയാസ് വാസ്കുലർ റിസ്ക് ഇൻ ഡയബറ്റീസ് എന്ന് പറഞ്ഞു. 2005 മുതൽ 2008 വരെ നടന്നിന് ഒരു സ്റ്റഡിയാണ്. NHLBI എന്ന നാഷണൽ ഹാർട്ട് ലങ് ബ്ലഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അമേരിക്കയിലുള്ള അവർ നടത്തിയൊരു സ്റ്റഡിയാണിത്. ഒരു 10,000 ആൾക്കാരെ വെച്ചിട്ട്, 10,500 കൃത്യം പറയുകയാണെങ്കിൽ, ഒരു സ്റ്റഡി നടത്തിയവർ. അതിനകത്ത് പകുതി ആൾക്കാർക്ക് അവർ ഇൻസുലിനും ഗ്ലിയോപ്രൈഡോ കൊടുത്തിട്ട് അവർ HbA1c 6ന്റെ താഴെ നിർത്തി, നോൺ ഡയബറ്റിക് റേഞ്ചിൽ. അങ്ങനെയാണല്ലോ പറയാം, 5.5 വരെ നോൺ ഡയബറ്റിക്, 6 വരെ പ്രീ ഡയബറ്റിക്, 6 കഴിഞ്ഞാൽ ഡയബറ്റിക്, അതാണ് HbA1cന്റെ റേഞ്ച്. അപ്പോൾ 6ന്റെ താഴെ നിർത്തി, സ്ട്രിക്റ്റ് കൺട്രോൾ നടത്തി. ബാക്കി പകുതി ആൾക്കാരെ 6ന്റെ 8ന്റെ ഇടയിൽ നിർത്തി എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ, ഒരു മോഡറേറ്റ് കൺട്രോളിൽ. അപ്പോൾ അവരെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, സ്ട്രിക്റ്റ് ആയിട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്താൽ, 6ന്റെ താഴെ നിർത്തിയാൽ ആൾക്കാരുടെ ഇടയിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല, സ്ട്രോക്ക് ഉണ്ടാവില്ല, ക്യാൻസർ ഉണ്ടാവില്ല എന്നൊക്കെയായിരുന്നു അവർ ധരിച്ചിരുന്നത്. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റഡി നടത്തിയത്. 6 കൊല്ലത്തെ റെജ്യൂം വെച്ചിട്ട് സ്റ്റഡി തുടങ്ങിയത്. 3 കൊല്ലമായപ്പോൾ ടക്ക് നിർത്തിക്കളഞ്ഞു. കാരണം എന്താ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഒരു ഉദ്ദേശ ഫലമല്ല കിട്ടിയത്. 3 കൊല്ലം കൊണ്ട് സംഭവിച്ചതെന്നു വെച്ചാൽ ഇതാ, എന്തേനു പറയാം, ഇന്റർവെൻഷൻ ഗ്രൂപ്പ് എന്നാണ്. അതായത് 6ന്റെ താഴെ ഫോഴ്സ്ഫുൾ ആയിട്ട് ഇൻസുലിനും ഗ്ലിയോപ്രൈഡൊക്കെ വെച്ചിട്ട് ഫോഴ്സ്ഫുൾ ആയിട്ട് 6ന്റെ താഴെ ബ്ലഡ് ഗ്ലൂക്കോസ് നിർത്തിയ ആൾക്കാരുടെ ഇടയിൽ മോഡറേറ്റ് കൺട്രോളിൽ നിർത്തിയ, മെറ്റ്ഫോമിൻ മാത്രം കൊടുത്തിട്ട് നിർത്തിയ പകുതി ആൾക്കാരെ അപേക്ഷിച്ചിട്ട് ആൾ കോസ് ഡെത്ത് 22% കൂടുതലായിരുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ബ്ലഡ് ഷുഗർ മരുന്ന് ഉപയോഗിച്ച് താഴ്ത്തിയോണ്ട് ഹാർട്ട് അറ്റാക്ക് കുറയല്ല ചെയ്യുന്നത്, കൂടെ ചെയ്യുന്നത്. 22% കൂടാണ്. ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ക്യാൻസർ ഇതെല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ മരുന്ന്, ഡയബറ്റീസിന്റെ മരുന്ന്, ഇൻസുലിൻ ആയാലും ഗ്ലിയോപ്രൈഡ് ആയാലും നിങ്ങൾക്ക് ഗുണത്തിനെക്കാണ ദോഷമാണ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ഫലം. ഈ റിസൾട്ട് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ സ്റ്റഡി നിർത്താനുള്ള കാരണം അതിനായിരുന്നു. ആൾക്കാരിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ നിർത്തി. പിന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പോയില്ല അവർ. പക്ഷെ ഇവർ ജേണലിൽ വന്നു. ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിൻ എന്ന പ്രമുഖമായിട്ടുള്ളൊരു ജേണലാണ് മെഡിസിനിൽ. അവർ പബ്ലിഷ് ചെയ്തു. പക്ഷെ ആരും ശ്രദ്ധിച്ചിട്ടില്ല, മൂലക്കിലൂടെ കൊടുത്തു. പക്ഷെ ഒരു സ്റ്റഡി മാത്രമല്ല, ഇതേമാതിരി 7 സ്റ്റഡി ലോകത്ത് നടന്നിട്ടുണ്ട്. അക്കോർഡ്, അഡ്വാൻസ്, VIDT, ഒറിജിൻ, സേവിയർ, ടെക്കോസ്റ്റ്, ലാൻസെറ്റ്. ഈ 7 സ്റ്റഡിയിലും ഡയബറ്റിക് മെഡിസിൻ, ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജൻസും അതേമാതിരി ഇൻസുലിനും വെച്ചിട്ട് ആൾക്കാരുടെ ഇടയിൽ, DPP-4, പല മരുന്നുകളും ഇതൊക്കെ വെച്ചിട്ടുള്ള സ്റ്റഡികളാണ്. അപ്പോൾ മരുന്ന് ഉപയോഗിച്ചിട്ട് ആൾക്കാരെ ബ്ലഡ് ഗ്ലൂക്കോസ് നോർമലിക്ക് കൊണ്ടുവന്നുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡികളാണ് ഈ 7 ഈ 7 സ്റ്റഡിയിൽ ഒരേ റിസൾട്ടാണ് കിട്ടിയത്. നോ ബെനിഫിറ്റ് ഇൻ റെഡ്യൂസിങ് ബ്ലഡ് ഷുഗർ ബൈ മെഡിസിൻസ്. മെഡിസിൻ ഉപയോഗിച്ചിട്ട് നിങ്ങളെ ബ്ലഡ് ഷുഗർ താഴ്ത്തിക്കൊണ്ട് ഒരു ഗുണവും നിങ്ങളെ ആരോഗ്യത്തിന് ഉണ്ടാകാൻ പോകുന്നില്ല. പലപ്പോഴും അപകടം ഉണ്ടാകുന്നത്. അതാണ് എൻ്റെ ചുരുക്കം. അത് സ്റ്റഡിയാണ് കേട്ടോ, ഞാൻ പറയുന്ന ഒരു ബഡായി അല്ല. സ്റ്റഡി, സയൻറ്റിഫിക് സ്റ്റഡിയാണ്. എന്ന് പറഞ്ഞാൽ റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽ എന്നതിന് പറയൽ. അങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതേമാതിരി കൊഹോർട്ട് സ്റ്റഡീസ്, അതിൻ്റെ പുറമെ മെറ്റാ അനാലിസിസ് എന്ന് പറയും. ഈ രീതിയിലൊക്കെ ഉള്ള പഠനങ്ങളാണിത്. അതിനൊക്കെ തെളിഞ്ഞ് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയാനല്ല. അപ്പം വല്ല പ്രകൃതി ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഹോമിയോപ്പതി, അലോപ്പതി അല്ല, ആയുർവേദം എന്നല്ല. ഒറിജിനൽ പ്യുവർ സയൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്റ്റഡികളാണ്. പിന്നെ എന്തുകൊണ്ട് മരുന്ന് കമ്പനികൾ, ഞാൻ പറയില്ലേ 3 കൊല്ലം എന്തുകൊണ്ടാണ് നിർത്തിയത്? വല്ല ഇൻസുലിൻ്റെ കച്ചവടം കുറയും തോന്നി, ടപ്പ്. അപ്പോൾ അതല്ല പരിഹാരം. നിങ്ങളെ മരുന്നല്ല, ഗുളികകളോ ഇൻസുലിനോ അല്ല പരിഹാരം. പിന്നെന്താ? ഇൻസുലിൻ കുറക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട്
നല്ലൊരു ആൽക്കോളിക് വേള ആ വീഡിയോയിൽ പറഞ്ഞു കേട്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ലൊരു കള്ളുടിയാണ്, ഫുൾ ടൈം തണ്ണി. ഓനെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം. ഒന്ന് ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി 24 മണിക്കൂർ ഇത് കിട്ടാതെ നമ്മളിതിൻ്റെ കയ്യും കാലൊക്കെ തുറക്കാൻ തുടങ്ങുന്നു. ആകെ ഭീകരാവസ്ഥയായിരിക്കും. ഡോക്ടർ ആദ്യം ചെയ്യണ പണി എന്താണെന്ന് അറിയാം, മേശൻ്റെ അടിയിൽ നിന്ന് കുപ്പി എടുത്തിട്ട് ഒരു പെഗ് എടുത്തിട്ട് കൊടുക്കും. ആട് കുടിക്കണോടുണ്ട് രസമൊക്കെ മാറി. ഇതാണ് ഇന്നത്തെ ഇൻസുലിൻ ചികിത്സൻ്റെ ചുരുക്കം. നമ്മളെ ബ്ലഡിൽ ആൾറെഡി ഇൻസുലിൻ ഒരുപാട് കൂടുതലാണ്, എന്നിട്ട് നമ്മളെ ഷുഗർ കൂടുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പിന്നെ ഇൻസുലിനാണ് കുത്തുന്നത്. ഇപ്പം എന്താ വെച്ചാൽ ഷുഗർ ഒന്ന് കുറയും, നമ്മൾ ഹാപ്പി ആയി. ഈ ചികിത്സ ഈ ആൽക്കഹോളിക്കിന് അയാൾ ആൽക്കഹോളിസം മാറ്റാൻ കൊണ്ടുവന്നിടത്തുന്ന ഡോക്ടർ പിന്നെ ആൽക്കഹോൾ കൊടുത്തിട്ട് അവൻ്റെ രോഗം വഷളാക്കാണ്. തൽക്കാലം അവൻ്റെ വിറയൽ നിൽക്കുന്നുണ്ട്. നമ്മളെ പ്രശ്നം അതല്ല, വിറയലല്ല, ഈ ബ്ലഡ് ഗ്ലൂക്കോസ് കൂടാന്നില്ല അല്ല നമ്മളുടെ രോഗം. ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു പ്രോസസ്സ് മെറ്റബോളിക് സിൻഡ്രോം തന്നെ. അത് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ പിന്നെ ഇൻസുലിൻ കൊടുക്കല്ലേ വേണ്ടിയത്. മറിച്ച് ഈ ആൽക്കഹോളിസത്തിന് പരിഹാരം ആൽക്കഹോൾ ഇല്ലാതെയൊക്കെ അവൻ്റെ ആൽക്കഹോൾ കൺസംഷൻ കുറക്കാന്നില്ലാണ് യഥാർത്ഥ പരിഹാരം. നമ്മൾ നേരെ തിരിച്ച് ആൽക്കഹോൾ അങ്ങോട്ട് കൊടുക്കാം. അതേമാതിരി ഇൻസുലിൻ കൂടിയിട്ടുണ്ടാണ് ഹൈപ്പർ ഇൻസുലിനേമിയ കാരണം ഉണ്ടാക്കുന്ന ഒരു രോഗത്തിന് നമ്മൾ വീണ്ടും ഇൻസുലിനേമിയ കാരണം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഡയബറ്റീസ്. അതിന് നമ്മൾ വീണ്ടും ഇൻസുലിൻ കൊടുക്കാന്ന് പറഞ്ഞാൽ ഇത് രോഗത്തിൻ്റെ കണ്ടീഷൻ മോശമാക്കാന്നതിൻ്റെ അർത്ഥം. നമ്മൾ ചെയ്യേണ്ടത് ഇൻസുലിൻ കുറയ്ക്കുക വേണ്ടത്. ഇൻസുലിൻ കുറക്കണമെങ്കിൽ ഒറ്റ മാർഗമുള്ളൂ. ആദ്യം പറഞ്ഞില്ലേ, കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് കുറക്കുക, ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റ്. ലോ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കുക, ഹൈ ഫാറ്റ് നല്ല ഫാറ്റ് കഴിക്കുക, റെഡ്യൂസ് ഫാറ്റ് ഡെപ്പോസിറ്റ് ലിവർ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിലവിലുള്ള ഫാറ്റ് കുറക്കാൻ ഫാസ്റ്റിങ്ങും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫാറ്റ് കഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫാറ്റ് കഴിച്ചാൽ ഇൻസുലിൻ ഉണ്ടാവില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻസുലിൻ സെക്രീഷൻ ഉണ്ടാക്കുന്ന സാധനം കാർബോഹൈഡ്രേറ്റ് ആണ്. പിന്നെ ഒരു മീഡിയം ലെവലിൽ മോഡറേറ്റ് ലെവലിൽ ഇൻസുലിൻ സെക്രീഷൻ ഉണ്ടാക്കും പ്രോട്ടീനും. വളരെ മിനിമം ലെവലിൽ ഇൻസുലിൻ ഉണ്ടാക്കുള്ളൂ ഫാറ്റ് കഴിച്ചാൽ നമ്മൾ പാങ്ക്രിയാസിൽ നിന്ന് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഫാറ്റ് കൂടുതൽ കഴിക്കുക. ഇതാണ് അതിൻ്റെ ചുരുക്കം. ഇപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്സസ് പ്രോട്ടീൻ കഴിക്കുകയാണെങ്കിൽ അത് ലിവർക്കാണ് പോവുക. നമ്മളെ പോർട്ടൽ വെയിൻ എന്ന സാധനമുണ്ട്, അതിൽ പോകുമ്പോൾ ഇൻസുലിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഇൻസുലിൻ്റെ പ്രവർത്തനം ഫലമായിട്ട് ഐദർ അത് നമ്മൾ സെല്ലുകൾക്ക് ഊർജ്ജമായിട്ട് പോകും, അല്ലെങ്കിൽ അത് ഗ്ലൈക്കോജനോ ഫാറ്റായിട്ട് ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഇതതിൻ്റെ പ്രോസസ്സ് കാർബോഹൈഡ്രേറ്റ് കഴിക്കും. അതേ സമയത്ത് ഫാറ്റ് കഴിക്കുകയാണെങ്കിൽ ഇതിങ്ങോട്ടൊന്നും പോവില്ല, പോർട്ടൽ വെയിക്കൊന്നും പോവില്ല. നേരെ തിരിച്ചത് ചെറുകുടലിൽ നിന്ന് ചൈലോമൈക്രോൺസ് എன்ற സാധനമായിട്ട് മാറും. എന്നിട്ട് ലിംഫാറ്റിക് സിസ്റ്റത്തിൽ കൂടെ നേരെ നമ്മളെ തൊറാസിക് ഡക്റ്റ് ഡയറക്ട്ലി ഇൻ ടു ദി സിസ്റ്റമിക് ബ്ലഡ് സർക്കുലേഷൻ, ബ്ലഡ് കൗണ്ട് നേരെ പോവുക. അവിടുന്ന് അത് നമ്മൾ അഡിപ്പോസൈറ്റിക്കാണ് പോവുക ശരീരത്തിൽ. എന്ന് പറഞ്ഞാൽ കരൾക്ക് പോവില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് കരളിൽ ഫാറ്റ് എന്നറിയില്ല. ഫാറ്റ് നിങ്ങൾ എത്ര കഴിച്ചാലും നിങ്ങൾ കുടവയറ് ഉണ്ടാവില്ല, നേരെ മറിച്ച് ചുരുങ്ങി വരിക ചെയ്യുക. പറയുമ്പോൾ വിശ്വസിക്കേണ്ട, അനുഭവിച്ചാലും അറിയാം. 5 ഇഞ്ച് കുറയാൻ കാരണം ഞാൻ ഫാറ്റ് കഴിക്കുന്നതാണ്, കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിയിട്ട്. കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ ലിവർ കൂടും, ലിവറിൽ ഫാറ്റ് എന്നറിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ശാസ്ത്രം അതാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഈ സംഗതികളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണതാണ്. പിന്നെ എന്തിനാണ് ഡോക്ടർമാർ ഫാറ്റ് കഴിക്കണ്ടെന്ന് പറയുന്നത് എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. അവർ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്. ഫാറ്റ് ഡസൻറ്റ് എഫക്ട് ദി ലിവർ ആൻഡ് ദെർഫോർ ഡസൻറ്റ് നീഡ് എനി ഹെൽപ്പ് ഫ്രം ഇൻസുലിൻ. അപ്പോൾ നമ്മൾ ആകെ മാറ്റി. ഏത് ഫുഡ് പിരമിഡ് ആദ്യം കൊടുത്തതിനെ നേരെ എതിരാക്കി. ഇതാണ് നമ്മൾ ഫുഡ് പിരമിഡ്. നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് അടിയിൽ എഴുതി വെച്ചിരുന്നു: ബട്ടർ, കോക്കനട്ട് ഓയിൽ, ഒലീവ് ഓയിൽ, മീറ്റ്, എനി മീറ്റ്, ഒട്ടകോ ഇറച്ചിയോ അല്ല മറ്റേ ബീഫോ മട്ടണോ ഒട്ടകോ എന്തിൻ്റെ ഇറച്ചി എന്ത് കിട്ടിയാലും തിന്നോളൂ, ഒരു കുഴപ്പമില്ല. അതേമാതിരി മീന്, ഏത് മീനും കുഴപ്പമില്ല. അതേമാതിരി മുട്ട കഴിക്കുക, ചീസ്, ബട്ടർ, കോക്കനട്ട് ഓയിൽ തുടങ്ങിയിട്ട് നെയ്യ് ഒക്കെ കഴിക്കാം. ഫാറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അതൊക്കെ കഴിക്കാം. മാക്സിമം കഴിച്ചു, എത്രയും കഴിച്ചു, നിങ്ങളെ വയറ് നിറച്ച് കഴിച്ചോ, ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല. ആണ് അത് അവിടേക്ക് എത്താം. കൊളസ്ട്രോളിലവർക്ക് ഏറ്റവും നല്ല ഭക്ഷണമാണത്. കാരണം കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനം ലിവറിൻ്റെ അകത്തുള്ള ഫാറ്റാണ്. നമ്മൾ ലിവറിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനമാണ്, അല്ലാതെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നല്ല കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. അത് കരളിൽ ഞാൻ ഈ പറഞ്ഞ ഡിനോവോ ലിപ്പോജിനിസ് കൂടെ കരളിൽ ഫാറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നിന്നാണ് ട്രൈഗ്ലിസറൈഡായിട്ട് പുറത്തേക്ക് വരുന്നത്. അതാണ് അപകടമുള്ള ഫാറ്റ്. കൊളസ്ട്രോൾ എന്ന വാക്ക് വളരെയധികം തെറ്റിദ്ധാരണകൾ എല്ലാവരും മനസ്സിലുള്ള സംഗതി. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സംഗതി ഒരുപാട് സാധനം കൂടിയതാണ്, ഒരു സിംഗിൾ സാധനം അല്ലാതെ. ഒന്നാമത്തെ ട്രൈഗ്ലിസറൈഡ്, പിന്നുള്ളത്
HDL, LDL, VLDL ഈ സാധനങ്ങളൊക്കെ പാടെ കൂടിയാണ് മൊത്തത്തിൽ നമ്മൾ കൊളസ്ട്രോൾ. ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു കൗണ്ടേ അല്ല, അത് ആദ്യം മനസ്സിലാക്കുക. ഒന്നിൻ്റെയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയല്ല ടോട്ടൽ കൊളസ്ട്രോൾ. ആദ്യം മനസ്സിലാക്കുക, ടോട്ടൽ കൊളസ്ട്രോൾ പറഞ്ഞാൽ ഇതെല്ലാം കൂടിയാണ്. ഇതിനകത്ത് നല്ലതുണ്ട്, ചീത്തയുണ്ട്. നമ്മളെ ശരീരത്തിന് ആവശ്യമായ മിക്കവാറും എല്ലാ പ്രോസസ്സും 80% സംഗതികളും ചെയ്യുന്ന കൊളസ്ട്രോളാണ്. നിങ്ങളെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് കൊളസ്ട്രോളാണ്, ഞരമ്പുകൾ ഫുള്ള് കൊളസ്ട്രോളാണ്. പിന്നെ സെൽ വാളുകളുണ്ട്, ഓരോ സെല്ലിൻ്റെയും ഭിത്തി, ഇത് കൊളസ്ട്രോളാണ്. പിന്നെ ബൈല്, നമ്മളെ ദഹനരസങ്ങളൊക്കെ കൊളസ്ട്രോളിൽ നിന്ന് ഉണ്ടാക്കിയ. അതേമാതിരി സെക്സ് ഹോർമോൺസ്, ടെസ്റ്റോസ്റ്ററോൺ, പ്രൊജസ്ട്രോൺ എന്നൊക്കെ പറഞ്ഞ സാധനം, ഇത് മുഴുവൻ കൊളസ്ട്രോളിൽ നിന്ന് വരുന്നതാണ്. നിങ്ങൾ കൊളസ്ട്രോൾ കുറച്ച് കഴിഞ്ഞാൽ 140 150 ഒക്കെ താഴത്തേക്ക് നിങ്ങൾ സ്റ്റാറ്റിൻ ഗുളിയൊക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോഗ്നിറ്റീവ് ഫങ്ഷൻ വരെ അപകടത്തിലാവും. ഒരുപാട് ആൾക്കാർക്ക് അനുഭവമുള്ളതാണ്. മൊത്തത്തിൽ പ്രശ്നം വരിക ചെയ്യുക. കൊളസ്ട്രോൾ എപ്പോഴും കൂടിയ ലെവലിൽ നിൽക്കണം, 200ന്റെ മുകളിൽ. ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ അത് 250 300 ലെവലിൽ നിൽക്കണം. അപ്പോൾ ശരിക്കും വർക്ക് ചെയ്യുള്ളൂ ബുദ്ധി. അല്ല, അത് തെളിയിക്കപ്പെട്ട കാര്യമാണ്, സംശയം വേണ്ട. ഇതൊക്കെ ആൾറെഡി പ്രൂവൺ സംഗതികൾ, എൻ്റെ തൊള്ളിൽ നിന്ന് ഇങ്ങനെ വെറുതെ വടായി അറിയണമല്ല. പിന്നെ ഇതിനകത്ത് അപകടമുള്ള ഒരു സാധനം ഞാനീ പറഞ്ഞ ട്രൈഗ്ലിസറൈഡാണ്. ട്രൈഗ്ലിസറൈഡ് കൂടാൻ, ബ്ലഡിൽ ട്രൈഗ്ലിസറൈഡ് കൂടുന്ന എപ്പോഴാന്ന് വെച്ചാൽ ലിവറിൽ ഫാറ്റ് നിറഞ്ഞിട്ട്, ഫാറ്റി ലിവറിൻ്റെ അവസ്ഥ, അത് എക്സസിൽ ഓവർഫ്ലോ ആയിട്ട് ബ്ലഡൊക്കെ വരുമ്പോൾ ആ ട്രൈഗ്ലിസറൈഡ് കൂടുന്നു. അതിനൊരു ലിമിറ്റ് ഉണ്ട്. 150 ഒക്കെ മുകളിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞ വിസ്കോസിറ്റിയിലെ മാറ്റം വരും, BP കൂടും, ഇങ്ങനത്തെ വല്ല കുഴപ്പമുണ്ടാവും. അപ്പോൾ അത് കുറക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമുള്ളൂ, ലിവർ ഫാറ്റ് കുറക്കുക. ലിവർ ഫാറ്റ് കുറക്കാനുള്ള മാർഗം കാർബോഹൈഡ്രേറ്റ് കുറക്കലാണ്. കാരണം നിങ്ങൾ കഴിക്കുന്ന ഫാറ്റ് ഒരിക്കലും നിങ്ങളെ ലിവർക്ക് പോകുന്നില്ല. നിങ്ങളെ ശരീരത്തിലെ അഡിപ്പോസൈറ്റ് മറ്റു സൈറ്റുകളൊക്കെ പോകുന്നത്. ലിവർക്ക് പോകുന്ന, ലിവറിൽ കൊഴുപ്പുണ്ടാക്കുന്ന ഏക സാധനം കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ലിവർ ഫാറ്റ് കുറയും, ട്രൈഗ്ലിസറൈഡ് കുറയും, HDL കൂടും, എല്ലാം പോസിറ്റീവും. അപ്പോൾ ലോ കാർബ് ഹൈ ഫാറ്റ് ഭക്ഷണം കഴിക്കുന്നതോടുകൂടി നിങ്ങളെ എല്ലാ പ്രശ്നങ്ങളും, ഈ മെറ്റബോളിക് സിൻഡ്രോം ഒക്കെ തിരിച്ച് ബാക്ക് ഇങ്ങോട്ട് പോകും. ആ സൈക്കിൾ കംപ്ലീറ്റ് റിവേഴ്സ് ചെയ്ത് പോകും, പ്രമേയം കുറയും. ഇതൊന്നും വെറുതെ വടായി അറിയണമല്ല, ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. ഇതേമാതിരി ലോകത്ത് ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ആൾക്കാർ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒന്നും വേണ്ട, എൻ്റെ ഒരു മറ്റേ ടെലിഗ്രാം വാട്സപ്പ് ഗ്രൂപ്പിൽ കുറച്ച് ആൾക്കാർ ഇതിലുണ്ടാവും പ്രാക്ടീസ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഒന്നിക്കോ? വേറെ ആരും ഉണ്ടോ? അത്യാവശ്യം 5-8 ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ ഉള്ള അനുഭവമാണ്. ഒരാൾക്ക് പോലും മറിച്ച അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് പറയണമല്ല. ഇതിലിപ്പോൾ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇപ്പോൾ എത്ര ആളുണ്ടാ? 850. അതേമാതിരി 4 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, 250 ആൾ. മൊത്തത്തിൽ 2000-ഓളം ആൾക്കാരുണ്ട് എൻ്റെ മുരീതന്മാരായിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ ഏകദേശം ഒരു പകുതിയോളം ആൾക്കാർ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഇൻസുലിനൊക്കെ ഒന്നാമത്തെ ദിവസം നിർത്തുകയാണ്. ഗുളികയൊക്കെ ഒരു മാസം കൊണ്ടൊക്കെ നിർത്തുന്നുണ്ട്. ഷുഗർ 200 100 താകുന്നുണ്ട്. എല്ലാ സംഗതി നോർമൽ. ട്രൈഗ്ലിസറൈഡൊക്കെ ഒറ്റയടിക്ക് കുറയാം. 500-600 ട്രൈഗ്ലിസറൈഡ് ഉള്ളവനൊക്കെ ഇപ്പോൾ 100 എത്തി. ഇത് പറഞ്ഞാൽ ഞാനീ പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി ശരിയാണെന്ന് അതിൻ്റെ അർത്ഥം. അതിൻ്റെ തെളിവ് ഈ ആൾക്കാരൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലത്. ഞാനിപ്പോൾ ഈ ജെയ്സൺ അങ്ങനെ പോക്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് ലോകത്ത്, ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഒരേ സംഗതിയാണ് പറയുന്നത്. അത് യുഡ്കിൻ മുതൽക്ക് 1797 മുതൽക്ക് നടക്കുന്ന സംഗതിയാണ്. പിന്നെ മരുന്ന് പനിക്കാരനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടേ കാര്യമുള്ളൂ. അല്ലാതെ ഈ കണ്ട മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ എന്തുമല്ല നിലനിൽക്കുന്നത് ഈ പറഞ്ഞ സംഗതികളൊക്കെ തന്നെയാണ്. ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ക്യാൻസർ, പിന്നെ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ തന്നെ, ഡയബറ്റീസ്. ഒരിക്കലും മാറൂല എന്ന് അറിഞ്ഞിട്ടും പിന്നെ നിങ്ങൾക്ക് മരുന്ന് കൊടുക്കുകയാണ്. ഒരു കാലത്ത് സുഖപ്പെട്ടതായിട്ട് ആരെങ്കിലും തന്നെ, ഞാൻ 3 മാസം ഗുളിക ഒടിച്ചു, എൻ്റെ പ്രമേയം മാറി എന്ന് ഒരാളെ ലോകത്ത് കാണിച്ചെന്നാൽ ഞാൻ സമ്മതിക്കാം. ഏതെങ്കിലും ഒരാൾക്ക് മരുന്ന് കുടിച്ചിട്ട് പ്രമേയം മാറിയണമെങ്കിൽ. അതേമാതിരി വേറെ എന്തെങ്കിലും ഒരു അസുഖം പറഞ്ഞ മാതിരി ഡിസ്ലിപ്പിമേഡിയ എന്നൊരു ഇപ്പോൾ സാധനം ഉണ്ടായിരുന്നു, അതിൻ്റെ ട്രൈഗ്ലിസറൈഡ് കൂടുക, അല്ലെങ്കിൽ ഹാർട്ട് പ്രശ്നങ്ങൾ, CVD ഒക്കെ അല്ലേ, കാർഡിയോവാസ്കുലർ ഡിസീസ്, അല്ലെങ്കിൽ കൊറോണറി ഹാർട്ട് ഡിസീസ്, അല്ലെങ്കിൽ സ്ട്രോക്ക്, അൾഷൈമേഴ്സ്, ക്യാൻസർ, ഏതെങ്കിലും ഒരു രോഗം മരുന്ന് കുടിച്ച് സുഖപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. അങ്ങനെ മരുന്ന് ലോകത്തുണ്ടായിട്ടില്ല. ഇങ്ങനെ നിങ്ങളെ ഭക്ഷണ രീതി മാറ്റി കഴിഞ്ഞാൽ ഈ രോഗങ്ങളൊക്കെ മാറും. സംശയം ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരാഴ്ച, ജസ്റ്റ് 7 days, അധികം വേണ്ട, നിങ്ങൾ ചോറും ചപ്പാത്തിയും നിർത്തുക, പഞ്ചസാര നിർത്തുക, മധുരമുള്ള പഴങ്ങൾ ഒഴിവാക്കുക. പഴങ്ങൾക്ക് മധുരമുള്ള ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെന്താ, ബട്ടർ ഫ്രൂട്ട് എന്നാ തിന്നോളി, ഒരു കുഴപ്പമില്ല. സ്ട്രോബെറി മാതിരി ബെറീസൊക്കെ ഉണ്ട്, മധുരം ഉണ്ടാവില്ല. പേരക്കൊന്നും പറ്റില്ല, മധുരമുള്ളൊരു സാധനം പറ്റില്ല. നിങ്ങൾ മധുരത്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കണ്ട, ഒരു സാധനം പറ്റില്ല. തേൻ പറ്റൂല, കാരക്ക പറ്റൂല, ഫിഗ്, മറ്റേ അത്തിപ്പഴം പറ്റില്ല. അതൊക്കെ ഓരോ നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് സ്ഥിരം വരുന്ന ചോദ്യങ്ങളാണ്. അത്തിപ്പഴം തിന്നാൻ പറ്റുമോ, കാരക്ക തിന്നാൻ പറ്റുമോ, തേൻ പറ്റുമോ, മറ്റേ
മധുരമുള്ളൊരു സാധനം പറ്റൂല. ഫ്രക്ടോസ് ആണ്. ഫ്രക്ടോസ് ഗ്ലൂക്കോസിന്റെ 20 ഇരട്ടി ഡാമേജ് ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഗ്ലൂക്കോസ് നമ്മുടെ ശരീരം മൊത്തം ഉപയോഗിക്കുമ്പോൾ. ഷുഗർ ഇല്ലാത്തല്ലോ ഇപ്പോഴോ കൊളസ്ട്രോളിനാണ് ഇപ്പൊ ഇതൊരു പ്രത്യേകിച്ചൊരു സുഖം. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും നമുക്ക് മനസ്സിലായില്ല. ഇതാണ് നിങ്ങൾ തിന്നേണ്ട ഭക്ഷണങ്ങൾ. കണ്ടിട്ട് എങ്ങനെയുണ്ട്? എന്ത് അപകടമില്ല? എന്തുണ്ട് അതിനകത്ത്? പറ്റൂല. കിഴങ്ങുകൾ, പയറുവർഗ്ഗങ്ങൾ, കടലുകളൊന്നും പറ്റില്ല. പച്ചക്കറി എന്നതൊക്കെയാണ്. ഇതൊക്കെ തിന്നാം. ലെറ്റ്യൂസ് തിന്നാം, ബ്രോക്കോളി തിന്നാം, ബട്ടർ ഫ്രൂട്ട് തിന്നാം, തക്കാളി, മറ്റേ തക്കാളി മുളക്, തക്കാളി ഒക്കെ തിന്നാം, ക്യാബേജ്, കോളിഫ്ലവർ ഒക്കെ തിന്നാം, നല്ല മൂരിയിറച്ചി തിന്നാം. നല്ല നാടൻ കോഴിനെ കിട്ടിയെങ്കിൽ തിന്നോളി. അതന്നെ നമ്മൾ തിന്നണ മാതിരിയല്ല. അതിൻ്റെ ആ തൊപ്പ മാത്രം കളഞ്ഞിട്ട് തൊലി കളയാതെ ഉപയോഗിക്കുക. എന്നാലേ ഫാറ്റ് കിട്ടുള്ളൂ. വെന്തതിന് ശേഷം തൊലി കളയാം. നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇത് മുഴുവൻ നിർത്തണം. വീറ്റ് എന്തിനാ ഞങ്ങൾ ഓട്സ് പറ്റൂല, രാഗി പറ്റൂല. പ്രമേയക്കാര് ധൈര്യമായിട്ട് തിന്നുന്ന സാധനമാണ് രാഗി. അരിയും രാഗി തമ്മിൽ 10% വ്യത്യാസമുള്ളൂ കാർബോഹൈഡ്രേറ്റിൽ. ഇങ്ങനത്തെ ധാന്യവർഗ്ഗങ്ങളൊന്നും പറ്റില്ല. കംപ്ലീറ്റ് ഒഴിവാക്കണം. കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും പറ്റില്ല. ഉരുളക്കിഴങ്ങ്, കപ്പ, ചക്കരക്കിഴങ്ങ്, ഇങ്ങനത്തെ ഒരു സാധനം പറ്റില്ല. ബീറ്റ്റൂട്ട് പറ്റില്ല. കാർബോഹൈഡ്രേറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അതൊക്കെ ഒഴിവാക്കണം. പരിപ്പ്, പയറ്, മറ്റേ കടല, ഈ സാധനങ്ങളൊക്കെ ഒഴിവാക്കണം. പച്ചക്കറികൾ തിന്നോളൂ. ഇലയും പൂവൊക്കെ തിന്നോളൂ. അതിനും കുഴപ്പമില്ല. മറ്റേ ലെറ്റ്യൂസ്, മറ്റേ ഇതില്ലേ പാലക്ക്, ചീര, മുരിങ്ങ, അതിനൊന്നും കുഴപ്പമില്ല. വെണ്ടക്ക, വഴുതനങ്ങയൊക്കെ കഴിക്കാം. അതിനൊന്നും കുഴപ്പമില്ല. ഇതൊരു 250 ഗ്രാമുള്ളൊരു ബീഫിൻ്റെ കഷ്ണമാണ്. സ്റ്റീക്കാണ്. അത് നന്നായിട്ട് ചട്ടിയിലിട്ട് അപ്പം ചുടുന്ന മാതിരി വേവിക്കാം. പിന്നെ അതിക്കൊരു സോസ് ഉണ്ട്. അത് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ മുട്ടൻ്റെ മഞ്ഞക്കരുമില്ലേ, അതും ബട്ടറും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന സോസാണ്. പിന്നുള്ള കുറച്ച് പച്ചക്കറികളാണ്. അത് ബട്ടറിലാണ് ഫ്രൈ ചെയ്ത്. ഇങ്ങനെ രാവിലെ കഴിക്കുക. നല്ലോണം വെള്ളം കുടിക്കുക. പിറ്റേന്ന് രാവിലെ വരെ നിങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഷുവർ. ഉച്ചക്കൊന്നും വേണ്ട, ഒരു നേരം കഴിച്ചാൽ മതി. നിങ്ങൾക്ക് ഭക്ഷണം വിശക്കുന്നെങ്കിൽ കഴിച്ചാൽ മതി. നല്ല വിശപ്പുണ്ടാകുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. വിശപ്പ് എപ്പോഴാണ് മാറിയും തോന്നുന്നു അപ്പം നൃത്തം ചെയ്യുക. പിന്നെ കഴിക്കരുത്. അളവൊന്നുമില്ല ഇതിന്. അളവിൻ്റെ കണക്കൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര ചായയും കാപ്പിയൊക്കെ എത്രയും കുടിക്കാം, മധുരടാതെ. ഒരു കുഴപ്പമില്ല. പഞ്ചസാര ഇടരുത്. ഇതിപ്പോൾ ഇതിന് പുതിയ കണ്ടുപിടുത്തൊന്നുമില്ല. 917 ഇങ്ങനെയാണ് പറയുന്നത്. ഡയബറ്റീസിന്റെ ചികിത്സ അങ്ങനെയായിരുന്നു. അന്നുണ്ടല്ലോ, അന്ന് തന്നെ അവർ പറയുന്നുണ്ട് കഴിക്കാൻ പറ്റിയ ഭക്ഷണങ്ങൾ നോക്കിയാൽ ബട്ടർ, ഒലീവ് ഓയിൽ, ചീസ്, മീറ്റ്, ഫിഷ്, എഗ്ഗ്. കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളായിട്ട് പറയുന്നത് ഷുഗർ, സ്റ്റാർച്ച്, പൈസ്, പുഡിങ്, ഫ്ലോർ, ബ്രെഡ്, ബിസ്ക്കറ്റ്, റൈസ്, അങ്ങനെ ആരോ റൂട്ട്, കൂവപ്പൊടി അടക്കം. ഇതൊക്കെ നമ്മൾ പറയുന്നു. പക്ഷെ മരുന്ന് കമ്പനിക്കാർ പറയുന്ന കാര്യം അങ്ങനെയല്ല. ഓല് പറയുന്നത് ഇതൊക്കെ തിന്നാനാണ് പറയുന്നത്. ബ്ലഡിലെ ഗ്ലൂക്കോസ് പതുക്കെ ഉയർത്തുന്ന സാധനമാണെങ്കിൽ തിന്നുക. എന്ന് ഫ്രൂട്ട്, റൈസ്, പാസ്റ്റ, പൊട്ടാറ്റോ, ബ്രെഡ്, ഇതൊക്കെ കഴിക്കണം എന്നാണ് മരുന്ന് കമ്പനിക്കാർ പറയുന്നത്. ഇത് കഴിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? ഇൻസുലിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അതാ പ്രശ്നം. പാലിനകത്തുള്ള ഒരു പ്രശ്നം തന്നെ, പാലിൽ ലാക്ടോസ് പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അപ്പോൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് കൂടും. അതേ സമയത്ത് പാലിൽ ബട്ടർ ഉണ്ട്, നെയ്യ്, അതിനകത്തുള്ള ഫാറ്റ്, അത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഫാറ്റ് ഒഴിവാക്കിയ പാലാണ് നിങ്ങൾക്ക് അങ്ങാടിയിൽ നിന്ന് കിട്ടണമെന്ന് വെച്ചാൽ അതിനോട് ലാക്ടോസ് മാത്രമേ കിട്ടുള്ളൂ. ഒരു ഗുണം ഉണ്ടാവില്ല. മീൻ, ഇതൊക്കെയാണ്. വേറൊന്നും കഴിക്കുന്നില്ല. ചോറില്ല, ചപ്പാത്തിയില്ല, ഒരു സാധനമില്ല. എൻ്റെ ട്രൈഗ്ലിസറൈഡ് 210 ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തപ്പോൾ. ഇന്ന് നോക്കിയത് 95. ട്രൈഗ്ലിസറൈഡ് ഞങ്ങൾക്ക് അപകടമുള്ള കൊളസ്ട്രോളാണ്. അത്രയും താന്നു. അതേമാതിരി HDL ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ചില്ലേ, 37, 48ആയി. എല്ലാം പോസിറ്റീവാണ്. ഡോക്ടർമാർ നിങ്ങളോട് എന്തൊക്കെയാണോ കുറക്കാൻ പറഞ്ഞത് അതൊക്കെ എൻ്റെ കുറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ കൂട്ടാൻ പറഞ്ഞത് അതൊക്കെ കൂടിയിട്ടുണ്ട്. ഭക്ഷണം മാത്രം അതിൽ പറഞ്ഞതിന് നേരെ എതിരാൻ ചെയ്യുന്നു. റിവൈസ് ചെയ്യുന്നുള്ളൂ, നമ്മൾ റെമിറ്റ് ചെയ്യുന്നില്ല. പ്രമേയം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പറ്റില്ല. നിങ്ങൾ ഈ രോഗം ഉണ്ടാക്കിയത് ഭക്ഷണമാണ്. നിങ്ങൾ വീണ്ടും കഴിക്കാൻ തുടങ്ങി വീണ്ടും രോഗിയാവും. ഇതെന്താ ഇത്ര ബേജാറാണ്? ഞാൻ അതാ ആലോചിക്കണത്. ബീഫ് ഫ്രൈ ചെയ്ത് കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഈ ₹1 ചോറ് വാങ്ങി തിന്നണത്? അല്ല, എല്ലാവരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇറച്ചി തിന്നാൻ പറ്റണില്ല, മീൻ തിന്നാൻ പറ്റണില്ല. ഞാൻ നിങ്ങൾ മീൻ തിന്നോളി, ഇറച്ചി തിന്നോളി, അപ്പം ചോറ് തിന്നാൻ പറ്റുമെന്ന് അടുത്ത ചോദ്യം. ഏതെങ്കിലും ഒന്നല്ലേ പറ്റുള്ളൂ. പൊതുവെ ഇതുവരെ നാട്ടുകാരെ പ്രശ്നം മുഴുവൻ ഡോക്ടർ അത് തിന്നാൻ പറ്റൂല പറഞ്ഞു, ഇത് തിന്നാൻ പറ്റൂല പറഞ്ഞു. ഞാൻ നിങ്ങളൊക്കെ തിന്നോളി എന്നാണ്.
അപ്പോൾ പറ്റിയ ചോറുന്നാൻ പറ്റും. ആകെ ഒരു ചോറ് ഒഴിവാക്കേണ്ടേ ഉള്ളൂ. ചപ്പാത്തിയും ചോറ് ഒഴിവാക്കിയാൽ കഴിഞ്ഞ്. പിന്നെ അപ്പോൾ LCHF ആണ് ഒരു മാർഗം. പിന്നെ കരളിലുള്ള ഫാറ്റ് കംപ്ലീറ്റ് നമുക്ക് ഒഴിവാക്കി കളയണം. അതിന് LCHF മാത്രം മതിയാവില്ല. ചിലർക്ക് ഓവർ തടിയുള്ളവർക്ക് ഇതുകൊണ്ട് മാത്രം നടക്കില്ല. ഒരു കുറച്ചാലും ഭക്ഷണം ഒഴിവാക്കാനേ വേണ്ടി വരും. കുറച്ച് കാലമല്ല, കുറച്ച് സമയം. അതാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. ഇതും പുതിയൊരു കോൺസെപ്റ്റ് അല്ല. ഇത് കനേഡിയൻ മെഡിക്കൽ അസോസിയേഷൻ ജേണലിൽ 1916 ലേഖനമാണ്. എലിയഡ് പി ജോസ്ലിൻ എന്ന് പറഞ്ഞ ഒരു ഡയബറ്റോളജിസ്റ്റാണ്. മൂപ്പര് എഴുതിയാണ് ടെമ്പററി പീരിയഡ്സ് ഓഫ് അണ്ടർ ന്യൂട്രീഷൻ ആർ ഹെൽപ്ഫുൾ ഇൻ ദി ട്രീറ്റ്മെന്റ് ഓഫ് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ കുറേ സമയം ഭക്ഷണം കഴിക്കാക്കുക എന്നുള്ളതാണ് ഡയബറ്റീസ് ട്രീറ്റ്മെന്റ് ഏറ്റവും നല്ല മാർഗം. ഭക്ഷണം കഴിക്കാന്നാൽ ഇൻസുലിൻ്റെ അളവ് കുറയും, ഈ പറഞ്ഞ ഹൈപ്പർ ഇൻസുലിനീമ കുറയും, ബാക്കിയുള്ള സംഗതികളൊക്കെ റിവേഴ്സ് ചെയ്ത് വരും. ഇത് ജലാലുദ്ദീൻ റൂമിൻ്റെ ഒരു വാചകമാണ്. ഫാസ്റ്റിംഗ് ഈസ് ദി ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് മെഡിസിൻ. ഫാസ്റ്റ് ആൻഡ് സീ ദി സ്ട്രെങ്ത് ഓഫ് സ്പിരിറ്റ് റിവീൽ ഇറ്റ് സെൽഫ്. നമ്മൾ നോമ്പ് വയ്ക്കുമ്പോഴാണ് നമ്മളെ ആത്മാവൊക്കെ ഇതിൻ്റെ ഷെയറാണ്. അപ്പോൾ നോമ്പ് എല്ലാ മതങ്ങളിലും ഇല്ലാണല്ലോ. അപ്പോൾ അതിനൊരു ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടെന്ന് തന്നെ ഇതിൻ്റെ അർത്ഥം. ഇതൊരു ഈജിപ്ഷ്യൻ പിരമിഡ് എഴുതി വെച്ചാൽ 3800 BC. ഹ്യൂമൻസ് ലീവ് ഓൺ 1/4 ഓഫ് വാട്ട് ദേ ഈറ്റ്, ഓൺ ദി അതർ 3/4 ലീവ്സ് ദി ഡോക്ടർ. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാലൊരു ഭാഗം നമുക്ക് ഉപകാരപ്പെടുന്നുള്ളൂ, 3/4 ഭാഗം നമ്മളെ ഡോക്ടർ ആവശ്യത്തിനാണ്. ഇത് മാർട്ടിൻ്റെ ഒരു ഇതാണ്. ലിറ്റിൽ സ്റ്റാർവേഷൻ ക്യാൻ റിയലി ഡു മോർ ഫോർ ദി ആവറേജ് സിക്ക് മാൻ ദാൻ ക്യാൻ ദി ബെസ്റ്റ് മെഡിസിൻസ് ആൻഡ് ബെസ്റ്റ് ഡോക്ടേഴ്സ്. കുറച്ച് നേരം പട്ടിണി നടന്നാൽ എല്ലാ മരുന്നിനെക്കാളും നല്ല ഇഫക്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ പറഞ്ഞില്ലേ, ഒരു ജെയ്സൺ ഫങ്ങും വരെ മാത്രമല്ല എൻ്റെ തലയിൽ നിന്നുണ്ട് ആശയമല്ല. അതൊക്കെ ഇതിലുള്ള കുറച്ച് ആൾക്കാരാണ്. ഇത് ലിസ്റ്റ് കംപ്ലീറ്റ് അല്ല. ഈ ആൾക്കാരൊക്കെ ഈ ഫീൽഡിലുള്ളവരൊക്കെ അതിൻ്റെ 90% ആൾക്കാരും 95% ഒരാൾ മാത്രമേ പുറത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മോഡേൺ മെഡിസിൻ്റെ ആൾക്കാർ തന്നെയാണ്. വില്യം ബാൻഡിങ്, ഓട്ടോ വാർബർഗർ എന്നത് ജർമ്മനിലൊരു ആളാണ്. 1931 നോബൽ പ്രൈസ് കിട്ടിയ ആളാണ്. മുമ്പ് വാർബർഗ് ഇഫക്റ്റ് ഉണ്ട്. ക്യാൻസറിനെ കുറിച്ച് മുമ്പൊരു പിസീസ് ഉണ്ടായിരുന്നു. ക്യാൻസർ ഈ ഡയറ്റ് കൊണ്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. വേറെ ഒന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾ പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റും ഒഴിവാക്കിയാൽ ഫാറ്റും ബീഫും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ സുഖപ്പെടുന്നതാണ്. അയാൾ തെളിയിച്ച് പറഞ്ഞു. അതാണ് തമാശ. ഇതൊക്കെ ഞാനിതൊക്കെ കേട്ടപ്പം ചിരിച്ചതാണ്. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഒരുപാട് റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫീൽഡാണ്. ഞാൻ വേണമെങ്കിൽ അൻപതിൽ 2-3 ആൾക്കാർ ഇതുണ്ട് ഇതിനകത്ത്, യൂട്യൂബ് വീഡിയോ വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അതേമാതിരി യുഡ്കിൻ്റെ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു. ഞാൻ ഈ LCHF പറഞ്ഞ ഈ ലോ കാർബ് ഹൈ ഫാറ്റ് എന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് 2005 സ്വീഡനിലെ അനിക്ക ഡാൽക്കിസ്റ്റൺ, പെണ്ണ് ഡോക്ടറാണ്, ലേഡി ഡോക്ടറാണ്. പിന്നെ അവിടെ തന്നെയുള്ള ആളാണ് ആൻഡ്രീ സീൻഫെൽട്ടർ. നമുക്കൊരു dietdoctor.com എന്നൊരു സൈറ്റ് ഉണ്ട്. അവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടും. റെസിപ്പികളും ബാക്കിയിലൊക്കെ കിട്ടും. പിന്നെ ലെസ്റ്റിക്കറിന് അമേരിക്കയിലെ പീഡിയാട്രിക് എൻഡോക്രൈനോളജിസ്റ്റാണ്. എൻസൈമുകളെ കുറിച്ച്, ഇതിനെക്കുറിച്ച് ഹോർമോണുകളെ കുറിച്ച് പഠിക്കുന്ന മൂപ്പരുടെ ഒരു വീഡിയോ, ഒരു കോഡിൻ്റെ പുറത്ത് വ്യൂവർഷിപ്പ് എന്ത് ഷുഗർ ദി ബിറ്റർ ട്രൂത്തും പറഞ്ഞിട്ട് യൂട്യൂബിൽ എല്ലാവർക്കും കാണാൻ പറ്റും. അടിച്ചു നോക്കി അത്യാവശ്യം വിവരമൊക്കെ അതിൽ നിന്ന് കിട്ടും. ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒരു ഫാറ്റ് ക്യാൻസർ ഉണ്ട്. പിന്നെ സ്റ്റീഫൻ സിനാത്ര, അയാൾ കൊളസ്ട്രോളിനെ പറ്റി എല്ലാ സംശയത്തിനുള്ള മറുപടിയിലുണ്ട്. ദി ഗ്രേറ്റ് കൊളസ്ട്രോൾ മിത്ത് എന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നത് കൊളസ്ട്രോളും ഹാർട്ട് അറ്റാക്കും തമ്മിൽ ഒരു ബന്ധമില്ലാന്ന്. കൊളസ്ട്രോൾ അല്ല ഹാർട്ട് അറ്റാക്ക് ഉണ്ട്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത് ഇൻഫ്ലമേഷനാണ്. നിങ്ങളുടെ ബ്ലഡിനകത്തിലെ നീർക്കെട്ട്. അതിന് കാരണം ഇൻസുലിൻ കൂടുന്നതാണ്. അതായത് ഇൻസുലിൻ കൂടാൻ കാരണം കാർബോഹൈഡ്രേറ്റ് ആണ്. ചുരുക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത് ഫാറ്റ് അല്ല, മറിച്ച് പഞ്ചസാരയാണ്. അതാണ് അതിൻ്റെ ചുരുക്കം. ഡയറ്റ് ലണ്ടൻ എന്ന് പറഞ്ഞൊരു 5000-ഓളം ഹാർട്ട് സർജറി നടത്തിയ ഒരാളുണ്ട്, ഡോക്ടർ. അയാൾ പറയുന്നത് അയാളുടെ രോഗികളിൽ, ഈ 5000 രോഗികളിൽ ഒരു 30% പോലും നോർമലിൽ കൂടുതലായിട്ടുള്ള കൊളസ്ട്രോൾ ഉണ്ടായിരുന്നില്ല ബ്ലഡിൽ. ബാക്കി 70% ആൾക്കാർക്കും, അല്ല 30% മാത്രമേ നോർമലിൽ അല്പമെങ്കിലും കൂടുതലുണ്ടായിരുന്നുള്ളൂ. ബാക്കി 70%-നും നോർമൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ 200-ഒക്കെ താഴെ ഉള്ളായിരുന്നു. എന്നാലും കൊളസ്ട്രോൾ കൂടിയോണ്ട് എല്ലാവർക്കും ഹാർട്ട് പ്രോബ്ലം ഉണ്ടായത്. കൊളസ്ട്രോളും ഹാർട്ട് ഡിസീസായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് 5000 ഓപ്പൺ ഹാർട്ട് സർജറി നടത്തിയ ഒരു ഡോക്ടർ പറയുന്നത്, അയാളെ അനുഭവത്തിന് പറയുന്നത്. അതേമാതിരി തോമസ് എൻ സീഫ്രിഡ് ഉണ്ട്. മുമ്പൊരു ക്യാൻസർ ആസ് എ മെറ്റബോളിക് ഡിസീസ് എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, നെറ്റിൽ അവൈലബിൾ ആണ്. അതിലും ഇയാൾ പറയുന്നത് ഈ വാർബർഗ് പറഞ്ഞ അതേ സംഗതി തന്നെയാണ്. ക്യാൻസറിന് നിങ്ങൾക്ക് ഡയറ്റ് കൊണ്ട് സുഖപ്പെടുത്താൻ പറ്റും. ഗ്ലൂക്കോസ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം. ഭക്ഷണം ഒഴിവാക്കി കഴിഞ്ഞാൽ ക്യാൻസർ സെല്ലുകൾ നശിച്ചു പോകും. കാരണം അത് ഒരു വേറെ വിഷയമാണ്, പിന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ടിമോത്തി നോക്സ് എന്നൊരു സൗത്ത് ആഫ്രിക്കയിലൊരു സ്പോർട്സ് സയൻറ്റിസ്റ്റാണ്, ഡോക്ടർ തന്നെയാണ്. മെഡിസിൻ ഇതിൽ DSc ഒക്കെ എടുത്ത ആളാണ്, ഡോക്ടർ തന്നെയാണ്.
മൂപ്പര് ലോർ ഓഫ് റണ്ണിങ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിരുന്നു. അയാൾ നല്ല ഓട്ടക്കാരനാണ്, 70 മാരത്തോൺ ഓടിയ ആളാണ്. അപ്പോൾ അയാൾ വിചാരിച്ചാൽ നന്നായിട്ട് എക്സസൈസ് ചെയ്താൽ ഈ അസുഖമൊന്നും വരില്ല എന്ന്. 70 മാരത്തോൺ ഓടിയ ആൾക്ക് ഡയബറ്റീസ് പിടിച്ചു. ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നു, ഓടുന്നുണ്ട്. മാരത്തോൺ എന്ന് പറഞ്ഞാൽ 50-100 കിലോമീറ്റർ ഓടുന്നു. എന്നിട്ട് പോലും അയാൾക്ക് ഡയബറ്റീസ് പിടിച്ചു. പിന്നെ അയാൾ ആ പുസ്തകമൊക്കെ മാറ്റി എഴുതുക. പിന്നെ അയാൾ പുതിയൊരു പുസ്തകം എഴുതി, റിയൽ മീൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് പറയുന്നത് നിങ്ങൾ ഗ്ലൂക്കോസ് ഒഴിവാക്കി തന്നെ വേണം, എന്നാലേ അസുഖം വരാക്കുള്ളൂ. നിങ്ങൾ എത്ര എക്സസൈസ് ചെയ്തിട്ടും കാര്യമല്ല, ഈ രോഗത്തിന് ഒഴിവാൻ പറ്റില്ല. പിന്നെ പീറ്റർ ബ്രൂക്ക്നർ ആസ്ട്രേലിയക്കാരനാണ്. പിന്നെ നമ്മളെ ആസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിൻ്റെ ടീം ഡോക്ടറാണ്. മൂപ്പരാണ് ഇതിൻ്റെ വേറൊരാൾ. ഷെയ്ൻ വാട്സനെ പറ്റി കേട്ടില്ല, ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനാണ്. മൂപ്പരൊക്കെ ഈ ഡയറ്റിൻ്റെ ആളാണ്. പിന്നെ പീറ്റർ ആട്ടിയ, അത് മൂപ്പര് വേറെ അമേരിക്കയിലൊരു കക്ഷിയാണ്. ജെയ്സൺ ഫങ്ങിനെ ഇപ്പോൾ നേരത്തെ കണ്ട്. അസീം മൽഹോത്രയാണ് UK ഇന്ത്യനാണ്, UK കാരനാണ്, UK പൗരനാണ്. ഇപ്പോൾ മൂപ്പരൊരു ഫേമസ് വാക്കുണ്ട്, അതായത് ആൽക്കോള്, സ്മോക്കിങ്, ലാക്ക് ഓഫ് എക്സസൈസ്, ഇത് മൂന്നും കൂടി ചേർന്നാൽ ഉണ്ടാക്കുന്നതിനേക്കാണ് കൂടുതൽ അപകടം ബാഡ് ഡയറ്റ് ഉണ്ടാകുന്നത്. ബാഡ് ഡയറ്റ് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം സ്മോക്കിങ്ങും ആൽക്കോളും ലാക്ക് ഓഫ് എക്സസൈസും കൂടിയാൽ ഉണ്ടായിരുന്ന കമ്പൈൻഡ് ഇഫക്റ്റിനാണ് കൂടുതലാണ്. യു കനോട്ട് ഔട്ട് റൺ എ ബാഡ് ഡയറ്റ് എന്നാണ്. അതൊരു ബാഡ് ഡയറ്റ് നമ്മൾ കഴിച്ചുകൊണ്ട് നമ്മൾ അതിനെ അതിജയിക്കാൻ വേണ്ടി നമ്മൾ എത്ര എക്സസൈസ് ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ സ്റ്റീഫൻ ഫിനി വേറെ ഡോക്ടറാണ്. ഗാരി ടോപ്സ് നല്ല മറ്റേ സയൻസ് റൈറ്ററാണ്. എനിക്കാണ് കാര്യങ്ങൾ. ഈ ലിസ്റ്റിൽ ഒരുപാട് ആൾക്കാരിഞ്ഞ് വരാണ്ട്, നെറ്റിൽ നിന്ന് ഇഷ്ടംപോലെ കിട്ടും. ഇതാണ് ഡയബറ്റീസിനെ കുറിച്ചുള്ളത്. ഇനി